സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. സരസ്വതേ നമസ്തുഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ. ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോഷിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സദാ. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരാ. സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിः തക്ഷണാദ്. നിഗമകൽപതരോർഘളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നമസ്തേ. ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ സത്രവേദിയിൽ ഭഗവാന്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമായ ശ്രീമദ് ഭാഗവതത്തെ പുരസ്കരിച്ചുകൊണ്ട് അല്പം ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനുള്ള ഒരു മഹാഭാഗ്യം വീണ്ടും ഭഗവാന്റെ തന്നെ കാരുണ്യം കൊണ്ട് ഇതാ ലഭിച്ചിരിക്കുകയാണ്. ആ ഭഗവാന്റെ പാദപത്മങ്ങളിൽ അനന്തകോടി പ്രണാമം ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഹിമാലയം മുതൽ ഇന്ദു സരോവരം വരെ വ്യാപിച്ചു കിടന്നിരുന്ന ഭൂപ്രദേശത്ത് അതിപുരാതന കാലം മുൻപ് വസിച്ചിരുന്നവരാരാണോ അവരിൽ നിന്നുമാണ് നമ്മുടെ ഈ സംസ്കാരം ഉടലെടുത്തത്. ഇപ്പൊ സാധാരണ ജനസമൂഹത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ മുതൽ ആധ്യാത്മിക ഉന്നതി നേടിയ ആളുകൾ വരെ ഈ വിഭാഗത്തിലുണ്ട്. ഋഷിമാർ വരെ എന്നർത്ഥം. ഋഷി എന്നുള്ള വാക്കിന് നിരവധി അർത്ഥങ്ങളുണ്ടെങ്കിലും ഇവിടെ ഉപയോഗിക്കുന്നത് തന്റെ മനോനിലയിലും ആധ്യാത്മിക നിലയിലും ഒക്കെ ഉന്നതി കൈവരിച്ച ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളുടെ ഋഷി പരമ്പരയുടെ നിരീക്ഷണ പാടവത്തിൽ നിന്നുമാണ് നമ്മുടെ സമ്പന്നമായ ഈ സംസ്കാരവും എന്തിന് ഭാഗവത ശാസ്ത്രവും ഉടലെടുത്തത്. അതുകൊണ്ട് തന്നെ ഭാഗവത ശാസ്ത്രത്തിന് നമ്മുടെ ഭാരത സംസ്കൃതിയിൽ അദ്വിതീയമായിട്ടുള്ളൊരു സ്ഥാനമാണുള്ളത്. ഇപ്പൊ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമായിട്ട് ഗ്രന്ഥങ്ങൾ അനവധി ഉണ്ടെങ്കിലും വേദങ്ങൾ തുടങ്ങി പുരാണ ഇതിഹാസങ്ങൾ വരെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. ആ ഗ്രന്ഥങ്ങളുടെയൊക്കെ തന്നെ സത്ത എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതാണ്. അത് സാക്ഷാൽ ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് എന്ന് പറയുന്നു. അടിസ്ഥാന ഗ്രന്ഥമായിട്ടുള്ള വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങൾ നമുക്കുണ്ട്. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവവേദം, സ്ഥാപത്യവേദം, ഇങ്ങനെ 4 ഉപവേദങ്ങൾ നമുക്കുണ്ട്. ശിക്ഷ, കൽപ്പം, നിരുക്തം, ഛന്ദസ്, വ്യാകരണം, ജ്യോതിഷം, ഇങ്ങനെ 6 ശാസ്ത്രങ്ങൾ നമുക്കുണ്ട്. ന്യായം, മീമാംസാ ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണങ്ങൾ, ഇങ്ങനെ 4 ഉപാംഗങ്ങൾ നമുക്കുണ്ട്.
അപ്പൊ ഇത്രയൊക്കെ ഗ്രന്ഥങ്ങൾ ഉള്ളുമ്പോൾ വേദങ്ങളെ നമ്മൾ പ്രഭുസംഹിതകൾ എന്നാണ് പറയുക. പ്രഭുക്കന്മാരുടെ സ്വഭാവം എന്താ? പ്രഭുക്കന്മാരെ ആജ്ഞാപിച്ചും അനുശാസിപ്പിച്ചിട്ടും നേർവഴി നടത്തുന്നവരാണ്. അപ്പൊ വേദങ്ങളുടെയൊക്കെ ഒരു രചനാരീതി പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രഭുവിനെ പോലെയാണ് വേദങ്ങളുടെ സ്വഭാവം. ഇനി അതൊക്കെ വിട്ട് പുരാണങ്ങളിലേക്ക് വരുമ്പോഴോ, പുരാണങ്ങളുടെ പ്രത്യേകത എന്താ? ഒരു സുഹൃത്ത് സ്നേഹപൂർവം ഉപദേശിക്കുന്ന രീതിയിലാണ് പുരാണങ്ങളുടെ രചന. ഒരു സുഹൃത്ത് സ്നേഹപൂർവ്വത്തിലോ എങ്ങനെയാണ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരണത്, അതുപോലെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ് പുരാണങ്ങളൊക്കെ തന്നെ. ഇനി അത് കഴിഞ്ഞ കാവ്യങ്ങളിലേക്ക് വരുമ്പോൾ, രാമായണം ആദിയായിട്ടുള്ള കാവ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കാവ്യങ്ങളൊക്കെ തന്നെ കാന്താസംഹിതകൾ എന്നാണ് പറയാം. ഭർത്താവ് ഭാര്യയ്ക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് അതിൻ്റെയൊക്കെ രചന. അതുകൊണ്ട് രാമായണത്തിൽ ആദ്യം തന്നെ ഉമാമഹേശ്വര സംവാദം നമുക്ക് കാണാൻ സാധിക്കും. സാക്ഷാൽ പരമേശ്വരൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിലാണ് അത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ശബ്ദപ്രധാനമായിട്ടുള്ള വേദം ഒരു പ്രഭുവിനെ പോലെയും അർത്ഥപ്രധാനമായിട്ടുള്ള പുരാണങ്ങൾ ഒരു സുഹൃത്തിനെ പോലെയും രസപ്രധാനമായിട്ടുള്ള കാവ്യം എന്നാണ് പറയുന്നത്. രസപ്രധാനമായിട്ടുള്ള കാവ്യം ഒരു പത്നിയെ പോലെയും നൽകുന്ന തത്വോപദേശങ്ങളെല്ലാം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതാണ് ഭാഗവത ശാസ്ത്രത്തിന് ഇത്രത്തോളം മഹത്വം. എല്ലാ ദർശനങ്ങളും ഇരിക്കെ തന്നെ ഭാഗവതം എന്ന് പറയുന്നത് അമൃതാണ്. അത് പാനം ചെയ്യാൻ സാധിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഭാഗ്യശാലികളാണ് എന്ന് പറഞ്ഞു വെച്ചത് അതുകൊണ്ടാണ്. ഇതിന്റെ എല്ലാം അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു പുരാണവും അതുപോലെ തന്നെ ശാസ്ത്രവുമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭക്തി, ജ്ഞാനം, വൈരാഗ്യം, ഈ 3 കാര്യങ്ങളെ പ്രതിപാദിക്കുന്ന ഭാഗവത ശാസ്ത്രം തീർച്ചയായിട്ടും ഭാഗവതത്തെ നമ്മൾ ആശ്രയിക്കുന്ന സമയത്ത്, പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്ന സമയത്ത് ഭഗവാനിൽ അടിയുറച്ച ഭക്തി ഉണ്ടാക്കി തരും. ആ ഭക്തി കൊണ്ട് നമുക്ക് ജ്ഞാനം ഉണ്ടാവും, പിന്നെ വൈരാഗ്യം ഉണ്ടാവും. അതാണ് ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആശ്രയ ബുദ്ധിയെ അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ ഒരേ സമയം പുരാണവുമാണെന്ന് പറഞ്ഞു, ശാസ്ത്രവുമാണെന്ന് പറഞ്ഞു. ഭാഗവതം ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പരമഹംസ്യാം സംഹിതായാം എന്നൊക്കെ പറയും. അപ്പൊ ഓരോ അധ്യായങ്ങൾ കഴിയുമ്പോഴും പുരാണത്തിന്റെ മഹത്വം ഇങ്ങനെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഈ പുരാണം? പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാ നവം എന്നുള്ള വ്യാഖ്യാനാണ് പുരാണത്തെ കുറിച്ച് ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ പറയണത്. പുരാ നവം എന്ന് പറഞ്ഞാൽ, പുരാ എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന കുറെ കഥകളായിട്ട് നമ്മൾ മാറ്റുമ്പോഴും അത് പണ്ട് നടന്ന കാര്യങ്ങളല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും, അങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ ഋഷി പരമ്പര കൂട്ടിച്ചേർത്തൊരു വാക്കാണ് നൂതനം, നവം, പുതിയത്. പക്ഷെ അനുഭവത്തിൽ വരുമ്പോൾ പുതിയത്. വേദവ്യാസ മഹർഷി മഹാഭാരതത്തെ അധികരിച്ചു പറഞ്ഞു, യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തിന തത്വചിത് എന്ന്. ഇതിലുള്ളത് നിങ്ങൾക്ക് പുറത്ത് കാണാൻ സാധിക്കും, പക്ഷെ ഇതിലില്ലാത്തത് ഒരിക്കലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന്. അതിലുള്ളത് മാത്രമേ ഇന്ന് സംഭവിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ എല്ലാം ആ ഋഷി പരമ്പരയുടെ പൂങ്കാവനത്തിൽ പൂത്ത കാര്യങ്ങളാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് പുരാണം എന്നുള്ള ലക്ഷണം കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പണ്ട് നടന്ന കുറെ കഥകളായിട്ട് നമ്മൾ ഇരുത്തുമ്പോഴത്തേക്കും പുതിയത്, മഹാന്മാരുടെ ചരിത്ര സംഭവങ്ങളിലൂടെയും കാതിന് ഇമ്പം നൽകുന്ന കഥകളിലൂടെയും പണ്ഡിതൻ മുതൽ പാമരൻ വരെ ആചരിക്കാവുന്ന ലളിതമായിട്ടുള്ള രീതിക്കാണ് പുരാണം എന്ന് പറയുന്നത്. അപ്പൊ സനാതന ധർമ്മത്തില് 5 ലക്ഷണങ്ങളുള്ള പുരാണങ്ങളുണ്ട്, 10 ലക്ഷണങ്ങളുള്ള പുരാണങ്ങളുണ്ട്. സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിച്ച വംശാനുചരിതം ചൈവ പുരാണം 5 ലക്ഷണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇനി 10 ലക്ഷണങ്ങൾ തിറഞ്ഞ ഒരു പുരാണാണ് ശ്രീമദ് ഭാഗവത മഹാപുരാണം എന്ന് പറയുന്നത്. അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണമുദയ മന്വന്തരേ ഈശാനുഗത നിരോധോ മുക്തിരാശ്രയ. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, ഈശാനുഗത, നിരോധം, മുക്തി, ആശ്രയം. ഇങ്ങനെ മനോഹരമായി 10 ലക്ഷണങ്ങൾ തികഞ്ഞ ഒരു ഭക്തി ഗ്രന്ഥം എന്ന് പറയും. ലളിതമായ ഭക്തി ഗ്രന്ഥം ആർക്ക് വേണമെങ്കിലും ആശ്രയിക്കാം. പണ്ഡിതനും ആശ്രയിക്കാം, പാമരനും ആശ്രയിക്കാം. എല്ലാവർക്കും സാർവലൗകികമായിട്ടുള്ള ഒരു ഗ്രന്ഥം ശ്രീമദ് ഭാഗവതാണെന്ന് പറയും. അപ്പൊ ശ്രീമദ് ഭാഗവതം ശ്രീശുക ബ്രഹ്മർഷി പരമ്പരയിലൂടെ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചതായിട്ടാണ് ഗ്രന്ഥങ്ങളിൽ പറയും. പക്ഷെ ഗ്രന്ഥരചന ആരുടെയാണ്? സാക്ഷാൽ വേദവ്യാസ മഹർഷിയുടേതാണ്. അപ്പൊ ഈ വേദവ്യാസ മഹർഷിയാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന ഗുരുവായിട്ട് പറയുന്നത്.
അദ്ദേഹത്തിന്റെ 4 പുത്രന്മാരിലൂടെ, 4 വിഷ്ണു അംശഭൂതന്മാരായ പുത്രന്മാരിലൂടെ 4 പുരുഷാർത്ഥങ്ങളെയും പറഞ്ഞു വെച്ചിരിക്കണം. ശരിക്കും പുരാണങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ വേദവ്യാസ മഹർഷിയും പുത്രന്മാരും പരമ്പരയും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പുരുഷാർത്ഥങ്ങള് 4ആണ്: ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതിൽ ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് വിതുരനെയാണ് പറയണത്. അർത്ഥത്തിന്റെ പ്രതീകമായിട്ട് ധൃതരാഷ്ട്രരെയാണ് പറയണത്. കാമത്തിന്റെ പ്രതീകമായിട്ട് പാണ്ഡുവിനെയാണ് പറയണത്. പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിന്റെ പ്രതീകമായിട്ട് സാക്ഷാൽ ശ്രീശുക ബ്രഹ്മർഷിയാണ് പറയണത്. അപ്പൊ നമുക്ക് പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷം, അതാണ് ശ്രീമദ് ഭാഗവതം മോക്ഷശാസ്ത്രമാണെന്നാ പറയാ. മോക്ഷശാസ്ത്രം എപ്പോഴത്തെ മോക്ഷശാസ്ത്രം? എപ്പോഴത്തെയും, പ്രത്യേകിച്ച് കലികാലത്തെ മോക്ഷശാസ്ത്രം എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിനെയാണ് എന്ന് സാരം. അത് ശ്രീശുക ബ്രഹ്മർഷിയുടെ മുഖത്തുനിന്ന് നിർഗളിച്ച ഫലമാണ് ഭാഗവതം. അതുകൊണ്ട് മോക്ഷം എന്നുള്ള പരമപുരുഷാർത്ഥത്തിന്റെ പ്രതീകമായിട്ട് നിലകൊള്ളുന്നത് ആരാണ്? ശ്രീശുക ബ്രഹ്മർഷി തന്നെയാണ്, മറ്റാരുമല്ല. അപ്പൊ അങ്ങനെയുള്ള ഭാഗവത ശാസ്ത്രം എന്ന് പറയുന്നത് കലികാലത്തിൽ എന്താ ഇത്ര പ്രത്യേകത എന്ന് നമ്മൾ ചിന്തിക്കും. കലിയുഗത്തില് ഒരു മനുഷ്യായുസായിട്ട് പറയുന്നത് 120 വയസ്സാണ്. ഈ 120 വയസ്സ് ആയുസ്സുള്ള ഒരു ജീവൻ അമ്മയുടെ മാതൃഗർഭത്തില് ചുരുങ്ങിയത് 279 ദിവസവും 10 മണിക്കൂറുകളും കഴിഞ്ഞിട്ടാണ് പുറത്തു വരണത്. ഇങ്ങനെ ഭൂജാതനാകുന്ന ഓരോ ജീവനും ഭൂമി സ്വയം തിരിയുന്നതിനായിട്ട് എടുക്കുന്ന 24 മണിക്കൂർ എന്നുള്ളത് പ്രത്യേകിച്ചും 7 ഗ്രഹങ്ങളുടെ ക്രമീകരണത്തിനകത്തു വരുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണല്ലോ സൺസ് ഡേ സൺഡേ ഞായറാഴ്ച, മൂൺസ് ഡേ മൺഡേ തിങ്കളാഴ്ച, സൂര്യന്റെ പ്രകാശം മുഴുവനായിട്ടും ഭൂമിയിൽ പതിക്കുന്ന ദിവസമാണ് ഞായറാഴ്ച, ചന്ദ്രന്റെ പ്രകാശം മുഴുവനായിട്ടും പ്രതിനിധീകരിച്ചുകൊണ്ട് തിങ്കളാഴ്ച, ചൊവ്വ ബുധൻ വ്യാഴം ശുക്രനെ പ്രതിനിധീകരിച്ച് വെള്ളിയാഴ്ച, ശനിയെ പ്രതിനിധീകരിച്ച് ശനിയാഴ്ച. അപ്പൊ ആഴ്ചയിൽ 7 ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ മരണപരീക്ഷണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട്, മാതൃഗർഭത്തിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട ഒരു ജീവനുണ്ട്. ആ ജീവന് മഹാഭാഗവതം നൽകിയിരിക്കുന്ന പേര് പരീക്ഷിത്ത് എന്നാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് അദ്ദേഹം പുറത്തു വന്നത്, അതുകൊണ്ട് പരീക്ഷിത്തായി. അങ്ങനെ സംസാരത്തിൽ ഇറങ്ങിയ ഈ ജീവൻ, ഈ കാലത്തിന്റെ പ്രതീകങ്ങളും ആ ജീവനെ സംബന്ധിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഇവിടെ കാലമുള്ളതെന്ന് പറയും. ഇതൊക്കെ ഭഗവാന്റെ കൽപ്പനകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ അമ്മയുടെ മാതൃഗർഭത്തിൽ നിന്നും പുറത്ത് ഇറങ്ങിയിട്ടുള്ള ആ ജീവൻ എന്ന് പറയുന്നത് ഈ സംസാരത്തെ താങ്ങി നിർത്തുന്ന ശക്തി, കറണ്ട് ഫോഴ്സ് എന്ന ഫിസിക്സ് പറയണു, ഭൗതിക ശാസ്ത്രം പറയണു. കറണ്ട് ശക്തി, കറണ്ട് എനർജി, അതിന് സർപ്പിൾ ആകൃതിയാണ് എന്ന് മോഡേൺ സയൻസ് തന്നെ പറയണു. പക്ഷേ എത്രയോ കാലം മുമ്പ് തന്നെ നമ്മളുടെ ഭാരതത്തിലെ ഋഷി പരമ്പര നമ്മളുടെ ശാസ്ത്രങ്ങളിലൂടെ, ആധ്യാത്മിക ശാസ്ത്രങ്ങളിലൂടെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് 7-ാം ദിവസം സർപ്പദംശൻ ഉണ്ടാകട്ടെ എന്ന് ശാപമാക്കി തീർക്കുകയാണ് ചെയ്തത്. ഈ ഭൂമിയെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സർപ്പിള ശക്തി, സർഗശക്തി, ആധ്യാത്മിക ഭാഷയിൽ അത് സർപ്പശക്തിയായി. അതുകൊണ്ട് തക്ഷകൻ ദംശിച്ച് മരിക്കട്ടെ എന്നുള്ള ശാപം ഉണ്ടായി. അപ്പൊ ഇവിടെ തക്ഷകനായാലും ശൃംഗിയായാലും ശമീക മഹർഷി ആയാലും ഒക്കെ ഈ 7-ാം ദിവസത്തെ പ്രതിനിധീകരിക്കുന്ന സൂചകങ്ങൾ മാത്രമാണ്. അപ്പൊ ജനിച്ച ജീവൻ 7 ദിവസങ്ങളിൽ ഒരു ദിവസം എന്തായാലും മരിക്കും. അത് പരീക്ഷിത്ത് തന്നെ ഭാഗവത ശാസ്ത്രത്തിലൂടെ, ശ്രീശുക ബ്രഹ്മർഷി പരമ്പരയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ആരാ പരീക്ഷിത്ത്? നമ്മളാകുന്ന ഈ സംസാരത്തിൽ ഇറങ്ങിയിട്ടുള്ള ജീവനാണ് പരീക്ഷിത്ത്. അപ്പൊ പരീക്ഷിത്താവുന്ന ഓരോരുത്തരും തന്റെ ജീവന്റെ കാലാവധിക്കുള്ളിൽ, ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ആചരിച്ചു ജീവിക്കേണ്ട സിദ്ധാന്ത ശാസ്ത്രത്തെയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. അതുകൊണ്ട് കലികാലത്തിലെ മോക്ഷശാസ്ത്രം എന്ന് ഭാഗവതം പറയുന്നു. സാർവലൗകികമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും, ഇപ്പൊ നമ്മൾ ചൊല്ലുന്ന ശ്ലോകങ്ങളിലും പാട്ടുകളിലും ഭജനകളിലും ഒക്കെ പറയുന്നത് ഈ ഒരു ശാസ്ത്രത്തിന്റെ ആ ആന്തരിക സത്തയാണ്. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പാടാറുണ്ട്. അപ്പൊ 6 പടികൾ കഴിഞ്ഞിട്ടുള്ള 7-ാം പടി എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനുമായി താതാത്മ്യം പ്രാപിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഭാഗവതം പറഞ്ഞു വെച്ചിട്ടുള്ള ആ 7-ാം ദിവസം. അത് ശാപമാക്കി മാറ്റി എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയും, ചെറുപ്പത്തിൽ നമ്മളൊരു കഥ പഠിച്ചിട്ടുണ്ട്. കുചേലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ പോവും. അപ്പൊ കുചേലവൃത്തം വഞ്ചിപ്പാട്ടില് പറയും, ആഴിമകളുമോരുമി
ഒന്നിച്ചൊരു കട്ടിന്മേലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും. ഇങ്ങനെ പാടി വെച്ചു. ആ 7-ാം മാളിക മുകളിൽ ആ കൃഷ്ണൻ എവിടെയായിരിക്കണേന്ന് കുചേലൻ എല്ലാവരോടും ചോദിച്ചു. കുചേലൻ ചോദിച്ചപ്പോ പറയണ 7-ാം മാളിക മുകളിൽ കൃഷ്ണൻ ഇരിക്കണോ എന്ന് പറയാൻ. എന്താ ഈ 7-ാം മാളിക മുകൾ എന്ന് പറയണത്? 6 പടികൾ കഴിഞ്ഞ് 6 മാളികകൾ കഴിഞ്ഞ് ശിവശക്തി സംയോജനം എന്നുള്ള അവസ്ഥയിലേക്ക് സാധകനെ ഉയർത്തുവാനുള്ള ആ ഒരു വാക്ക് അവിടെ പറഞ്ഞു വെച്ചു. ഓം ഷഡ്ചക്രോപരി സംസ്ഥിതായേ നമഃ എന്ന് ലളിതാ സഹസ്രനാമം പറയണതും ഷൺമുഖന്റെ 6 മുഖങ്ങളും ഇതൊക്കെ ദ്യോതിപ്പിക്കുന്നത് ഒരേ അവസ്ഥയെ കുറിച്ചാണ്. അത് മരണപരീക്ഷണങ്ങളായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞു വെച്ചു എന്ന് സാരം. ഇതാണ് ഭാഗവതം എന്നുള്ളത്. വളരെ ലളിതമായിട്ടുള്ള ഭക്തിഗ്രന്ഥമാണ്, മഹാപുരാണമാണെന്ന് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളിലൂടെയും അത് ദ്യോതിപ്പിക്കുകയാണ് ചെയ്യണത്. ഇനി ഭാഗവതം തന്നെ ശാസ്ത്രമാണ്. ഇതം ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം എന്ന് പറയും. ഭാഗവതം ഒരേ സമയം ശാസ്ത്രവുമാണ്. ഭാഗവതത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ് നമ്മളെയൊക്കെ അതിലേക്ക് ആകർഷിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ഭഗവാന്റെ ഏറ്റവും കൂടുതൽ അവതാരങ്ങളെ ചിത്രീകരിക്കുന്നത് കൊണ്ട് വളരെ പ്രശസ്തമായിട്ട് തീർന്നു. ഇപ്പൊ നമുക്ക് പറയാം, ജീവൻ വസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാധ്യമം മാത്രമാണ്, ഒരു ഉപകരണം മാത്രമാണ് ഈ ശരീരം. അങ്ങനെ നോക്കുമ്പോ ഈ പ്രപഞ്ചത്തെ എടുത്തു നോക്കൂ, ഈ ജഗത്തിനെ എടുത്തു നോക്കൂ. ബ്രഹ്മത്തിന്റെ ശരീരം തന്നെയാണ് ജഗത്ത്. വിദ്യ ലഭിച്ചവരെ സംബന്ധിച്ച് ജഗത്ത് ഇല്ല എന്ന് പറയും, അവർക്ക് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ആളുകൾക്കിടയിൽ നമ്മൾ പറയണു ജഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്ന ജഗത്ത് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്, ഈ ബ്രഹ്മം വസിക്കുന്ന ക്ഷേത്രമാണ് ഈ ജഗത്ത് എന്ന് പറയും. അപ്പൊ ഭാഗവതത്തിൽ പറയണ നൈമിഷാരണ്യം എന്ന് പറയണത് എവിടെയാ? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംബ്, അസൂയ തുടങ്ങിയിട്ടുള്ള ക്രൂര മൃഗങ്ങൾ നിറഞ്ഞ ഈ ശരീരത്തെ തന്നെയാണ് പറയണത്. അപ്പൊ അവിടെ നൈമിഷാരണ്യമായിട്ട് മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ യജ്ഞകവാടം എന്ന് പറയണത്, നമ്മുടെ കർമ്മമായിട്ടുള്ള യജ്ഞം ആരംഭിക്കുമ്പോൾ അത് എവിടേക്ക് വഴി തുറക്കണം എന്ന് നമ്മളെ ഭാഗവതം പഠിപ്പിക്കുകയാണ്. ഭാഗവതം ചിന്തിപ്പിക്കുകയാണ്, അത് തത്വാന്വേഷണത്തിന് വഴി തുറക്കണം. ആ തത്വാന്വേഷണത്തിന് നമ്മളുടെ കർമ്മമായിട്ടുള്ള യജ്ഞം ആരംഭിക്കുമ്പോൾ മാത്രമാണ് സൂത മഹർഷി അവിടെ ആചാര്യനായിട്ട് നമുക്ക് അവരോധിക്കാൻ സാധിക്കുന്നത്. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭി എന്ന് ഭാഗവതം പറയുന്നു. അവിടെ സാക്ഷാൽ സൂത മഹർഷി നമുക്ക് ഇതിൻ്റെയൊക്കെ തത്വസാരം വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് പൂർണ്ണമായ ആശ്രയമാണ് ഭാഗവതത്തിനോട് നമുക്ക് വേണ്ടത്. ഭഗവാൻ തന്നെ ഭഗവാനെ വിളമ്പിത്തരാണെന്നാ പറയാ, വിഭവമാണ് എന്നാ പറയണു. ഇപ്പൊ ഒരു സദ്യ കഴിക്കാനായിട്ട് ആഗ്രഹിച്ച് സദ്യക്ക് പോയാൽ നമ്മൾ എന്താ ചോദിക്കുക? എത്ര വിഭവങ്ങളുണ്ടോ ചോദിക്കും, സ്വാഭാവികമാണ്. അപ്പൊ ഭഗവാൻ ഭാഗവത സദ്യ ഭഗവാനെ തന്നെ സ്വയം വിളമ്പിത്തരാണെന്ന് പറയുമ്പോൾ എത്രത്തോളം മഹത്വമുണ്ട്, എത്ര ഭാഗ്യശാലികളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടാ പറഞ്ഞു വെച്ചത് ഇത് അമൃതാണ് എന്നുള്ളത്. ഇപ്പൊ മറ്റു സദ്യകളിലൊക്കെ നമ്മളുടെ ശ്രദ്ധ വന്നതുകൊണ്ട് ഭാഗവത സദ്യയിലേക്ക് ശ്രദ്ധ എങ്ങനെ കൊണ്ടുവരാം എന്ന് നമ്മൾ ആ തത്വാന്വേഷണ ബുദ്ധിയിലാണ് അത് കിടക്കുന്നത്. ആ ഭഗവാൻ വിഭവം എന്ന് പറഞ്ഞതേ അതുകൊണ്ടാണ്. ഭവം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, ഈ സംസാരമാണ്. എത്രയോ കാലങ്ങളായിട്ട് ജനിച്ചും മരിച്ചും ഇങ്ങനെ കഴിയണു, പല ശരീരത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കണു, ഊർധ്വയോനിയിലും അധോയോനിയിലുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണു. ഈ സംസാര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭാഗവത സദ്യ കഴിക്കാൻ നമുക്ക് സാധിക്കണം. ആ രുചി നമ്മൾ മനസ്സിലാക്കണം. രുചിരം നവം നവം എന്ന് പറയുന്നത് എത്ര കേട്ടാലും മതിയാവില്ല. പുതിയ പുതിയ അർത്ഥതലങ്ങളാണ് തെളിഞ്ഞു വരിക എന്ന് സാരം. അപ്പൊ ശാസ്ത്രവും പുരാണവും ഒക്കെ ആയിരിക്കുന്ന ഭാഗവതത്തില് അടിയുറച്ച ഭക്തി ഉണ്ടാക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുവാനും പഠിക്കുവാനുമായിട്ട്. അപ്പൊ ഇവിടെ നമുക്ക് അഷ്ടമസ്കന്ധത്തെ ആസ്പദമാക്കിയിട്ട് 13, 14, 15 അധ്യായങ്ങൾ മന്വന്തര വർണ്ണന. അഷ്ടമസ്കന്ധത്തിലെ ലക്ഷണം തന്നെ മന്വന്തര ലീലയാണ്. അപ്പൊ മന്വന്തരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ കാലത്തിന്റെ ഭരണാധികാരത്തെ സംബന്ധിച്ചിരിക്കുന്ന ചില കണക്കുകളാണ്, ചില സംവിധാനങ്ങളാണ് ഈ മന്വന്തരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയും ദേശം, കാലം, നിമിത്തം. ഈ 3 സംഭവങ്ങളാണ് മായയ്ക്ക് നിദാനായിട്ടിരിക്കുന്നത്. ദേശം, കാലം, നിമിത്തം. ഈ ദേശം ഉണ്ടെങ്കിലാണ് ജഗത്തുള്ളൂ, കാലം ഉണ്ടെങ്കിലാണ് ഈ ജഗത്തുള്ളൂ. അപ്പൊ ഈ ദേശവും കാലവുമാണ് ഈ ജഗത്തിനെ ഉണ്ടാക്കി കാണിക്കുന്നത് എന്ന് സാരം. വിവേകാനന്ദ സ്വാമികൾ പറയും ടൈം, സ്പേസ് ആൻഡ് കോസേഷൻ എന്ന് പറയും. ദേശം, കാലം, നിമിത്തം. ഇതാണ് മായയ്ക്ക് നിദാനമായിരിക്കുന്ന, കാലത്തിന് മന്വന്തരത്തിനൊക്കെ നിദാനമായിരിക്കുന്ന 3 ഘടകങ്ങൾ എന്ന് പറയണത്. അപ്പൊ നമുക്കറിയാം ദേശത്തിന് ചില ഭരണ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ പ്രജാപതികളുണ്ട്,
ചക്രവർത്തിമാരുണ്ട്, രാജാക്കന്മാരുണ്ട്. അവരൊക്കെ ഈ ഭരണ സംവിധാനത്തിൽ കിടന്ന് ഇങ്ങനെ ഈ ചക്രം തിരിച്ചുകൊണ്ടിരിക്കണ പോലെ ഭരിക്കുകയാണ്. ദേശത്തിന് മാത്രമല്ല ഭരണ സംവിധാനങ്ങൾ ഉള്ളത്, കാലത്തിനും ഭരണ സംവിധാനങ്ങളുണ്ട്. അപ്പൊ കാലത്തിന്റെ ഭരണ സംവിധാനത്തെ കുറിച്ചുള്ള ആ സങ്കല്പം തന്നെയാണ് മന്വന്തരം എന്ന് പറയണത്. എന്താണ് മന്വന്തരം? ഒരു മനു മുതൽ അടുത്ത മനു വരെയുള്ള ആ കാലത്തെയാ പറയണത്, ആ കാലഘട്ടത്തെയാ പറയണത്. മനു പ്ലസ് അന്തരമാണ് മന്വന്തരമായത്. അപ്പൊ ഒരു മന്വന്തരത്തില് ഒരു മനു ഉണ്ടാവും അധിപനായിട്ട്. മനുവിനെ സഹായിക്കാൻ വേണ്ടി മനുവിന് കുറച്ച് മക്കളുണ്ടാവും, പുത്രന്മാരുണ്ടാവും. അവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രനുണ്ട്, ദേവന്മാരുണ്ട്. ഇനി ഈ ഭരണ സംവിധാനത്തിൽ വല്ല സംശയമൊക്കെ വരുമ്പോ ആശ്രയിക്കാൻ വേണ്ടി സപ്തർഷികളെ നിയോഗിച്ചിരിക്കുക. ഋഷി പരമ്പര എപ്പോഴും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് ഈ ധർമ്മമാർഗത്തെ ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പക്ഷെ ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ ധർമ്മത്തിന് ച്യുതി സംഭവിക്കാം, ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാകാം എന്ന് പറയണു. അപ്പൊ ആ സമയത്ത് അവിടെ എന്താ ഉണ്ടാവണത്? എവിടെയാണോ ധർമ്മത്തിന് ച്യുതി ഉണ്ടാവുന്നത് ആ സമയം ഭഗവാന്റെ വാക്കാണ്, ഞാൻ അവിടെ ധർമ്മത്തെ സ്ഥാപിക്കുവാൻ വേണ്ടി അവതാരം ചെയ്യും എന്നുള്ളത്. അപ്പൊ ഓരോ മന്വന്തരത്തിൽ എടുത്തു നോക്കിയാൽ 14 മന്വന്തരമുണ്ട്. 14 മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാഗവതം തന്നെ പറയേണ്ട അവതാരാഹി അസംഖ്യേയ എന്ന് പറയണത്. കണക്കില്ലാത്ത അവതാരങ്ങളാണ് ഭാഗവത പുരാണം ചർച്ച ചെയ്യുന്നത്. അപ്പൊ ആ ഭഗവാന്റെ അവതാരം നമുക്ക് ഈ മന്വന്തരത്തിലും കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ അഷ്ടമസ്കന്ധത്തില് പ്രധാനമായിട്ടും സമുദ്രമഥനത്തിലും മോഹിനി അവതാരത്തിലും ഒക്കെ പറഞ്ഞു വെച്ചത് ഗുണദോഷയുക്തമായിട്ടുള്ള മായയെ കുറിച്ചിട്ടാണ്. പ്രധാനമായിട്ടും 4 കഥകളാണുള്ളത്. 1 ഗജേന്ദ്രന്റെ കഥ, 2 പാലാഴി മഥനം, 3 വാമനന്റെ കഥ, 4 മത്സ്യാവതാരം. അപ്പൊ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുള്ള കഥകളില് ആദ്യത്തെ 3 കഥകൾ നമ്മൾ പറയും 3 ഗുണങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈ 3 ഗുണങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 3 കഥകൾ എന്ന് പറയാറുണ്ട്. ആദ്യം ഗജേന്ദ്രന്റെ കഥ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ തമോ ഗുണാണ്, ആനയുടെ കഥ എന്ന് പറയുന്നു. പക്ഷെ ആനയായിട്ട് അവിടെ ഇരുത്തരുത്, നമ്മൾ അതൊരു ജീവി, അതൊരു കാട്ടിലെ മൃഗം എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആനയുടെ കഥയല്ല, ആനയുടെ സ്ഥിതിയിൽ നമ്മൾ പലരും ഉണ്ടാകും എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് ആ കഥ നമ്മളെ ചിന്തിപ്പിക്കുന്നത്, മനസ്സിലാക്കുക. അത് തമോ ഗുണാണെന്ന് പറയാറുണ്ട്. ഇപ്പൊ ആനയുടെ ഒരു സവിശേഷത എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. അതിന് നീണ്ട തുമ്പിക്കൈയുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ പറയും നീണ്ട തുമ്പിക്കൈയുണ്ട്. ഗണപതി സ്വരൂപ വർണ്ണനയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്. ആ തുമ്പിക്കൈയുടെ പ്രത്യേകത എന്താ? ഇപ്പൊ നിറയെ സാധനങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരുക്കി ഇട്ടിരിക്കുകയാണ്. അതിനിടയിൽ നിന്ന് ഒരു ചെറിയ മുട്ടുസൂചി എടുത്ത് മാറ്റണമെങ്കിലും ആ തുമ്പിക്കൈന് സാധിക്കും. അത് അതിന്റെ സവിശേഷതയാണ്. ആ വേർതിരിക്കുവാനുള്ള അതിന്റെ കഴിവിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇനി ഇത്രയും വലിയ ജീവിക്ക് ഇത്രയും ചെറിയ കണ്ണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും, ഇത്രയും വലിയ കണ്ണുണ്ടായിട്ടും സൂക്ഷ്മാവലോകനത്തിന് വേണ്ടിയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പൊ ആന ആ കണ്ണ്, ചെറിയ കണ്ണെന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ടുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള സാരം. ഇനി അത് മാത്രമല്ല, മുറം പോലുള്ള വലിയ 2 ചെവികൾ ആനയ്ക്കുണ്ട്. എന്തിനാ ഇത്രയും വലിയ ചെവികൾ ആനയ്ക്ക് കൊടുത്തിരിക്കണത്? അതാണ് വിവരം ശേഖരിക്കാൻ വേണ്ടിയിട്ട്. ആ വിജ്ഞാനം നമുക്ക് കിട്ടുമ്പോ വയറ് നിറയും, ഒരു പൂർണ്ണത ഉണ്ടാവും. അപ്പൊ ഗണപതിക്ക് കുടവയറ് കണ്ടിട്ട് നന്നായി ഭക്ഷണം കഴിക്കുന്ന ആളാണ് ഗണപതി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ അറിവിന്റെ പൂർണ്ണത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുടവയർ അവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്വരൂപത്തിൽ നിന്ന് തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയധികം സവിശേഷത നമുക്കാണ് ഉണ്ടായിരുന്നെങ്കിലോ, നമുക്ക് ഒരു തമോ ഗുണയുക്തമായിട്ടുള്ള അഹങ്കാരം വന്നേനെ അവിടെ. അതുകൊണ്ടാണ് അഹങ്കാരമുള്ളവരൊക്കെ നമ്മൾ പറയും 2 കൊമ്പുണ്ട് കേട്ടോ ഇവർക്ക്, ഇയാൾക്ക് 2 കൊമ്പുണ്ട് കേട്ടോ എന്ന് പറയും. അതുകൊണ്ടാണ് ഏകദന്തൻ, ഒറ്റക്കൊമ്പ്. അതായത് വിനയമാണ് ആ സ്വരൂപത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഘടകം എന്ന് സാരം. അപ്പൊ ഇതിൽ നിന്നൊക്കെ ധാരാളം കാര്യങ്ങള്, ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് കഥ. അപ്പൊ ഒരു ജീവിയും നിസ്സാരമല്ല, എല്ലാത്തിലും ഭഗവാൻ കുടികൊള്ളുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പല പല അവതാരങ്ങൾ. മനുഷ്യനായിട്ട് മാത്രമല്ല, എല്ലാത്തിലും ഭഗവാൻ അവതരിച്ച് നമുക്ക് കാണിച്ചു തന്നു. അപ്പൊ അതിൽ നിന്ന്, തമോ ഗുണത്തിൽ നിന്ന് നമുക്ക് ഭഗവാൻ തന്നെ ഒരു പ്രമോഷൻ തന്നു. അങ്ങനെ നമ്മൾ പാലാഴി മഥനത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പം. അപ്പൊ പാലാഴി മഥനം, ആ ധാ എന്നുള്ള വാക്ക് മാറ്റിക്കഴിഞ്ഞാൽ മനസ്സ്, നമ്മുടെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്ന ലീലകളാണ് ഇതൊക്കെ. അപ്പൊ മഥനം ചെയ്യുന്ന സമയത്ത് എവിടെയാ മഥനം നടക്കുന്നത്? നമ്മളുടെ
ഉള്ളിൽ തന്നെയാണ് ആ മഥനം നടക്കുന്നത്. നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ പല പല പ്രതിസന്ധികളും വരും. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള സാഹചര്യങ്ങളും പ്രതിസന്ധികളും വരും. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്യാൻ വളരെ വലിയ ശക്തി വേണം, ആത്മവിശ്വാസം വേണം, ഈശ്വരനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. ഒരുപക്ഷെ പ്രതികൂലമായ സാഹചര്യത്തെ നമ്മൾ ഇത് പ്രതികൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഭഗവാന് സാഷ്ടാംഗം പ്രണമിക്കുകയും ആത്മസമർപ്പണം ചെയ്യുകയും ചെയ്യും. പ്രതികൂലമായിട്ടുള്ള സാഹചര്യം, പാലാഴി മഥന സമയത്ത് പാലാഴി മഥിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അമൃതം എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലേ? അപ്പൊ ആ ലക്ഷ്യത്തിലേക്ക് ആദ്യം അടുക്കുമ്പോൾ വന്നത് അമൃതല്ല, പ്രതികൂലമായ കാളകൂട വിഷാണ് വന്നത്. അപ്പൊ തന്നെ ഇത് പ്രതികൂലാണെന്ന് മനസ്സിലാക്കി ഭഗവാനെ എന്ന് വിളിച്ചപ്പോഴത്തേക്കും സാക്ഷാൽ പരമേശ്വരൻ വന്നിട്ട് അതിനൊരു പരിഹാരം കണ്ടുപോയി. പിന്നെയും വന്നു സാഹചര്യങ്ങള്, പക്ഷെ അത് അനുകൂലമായിട്ടുള്ള പ്രതിസന്ധികളായിരുന്നു. പ്രതികൂല പ്രതിസന്ധികളെ നമ്മൾ നേരിട്ട് കഴിഞ്ഞു, ഭഗവാനിൽ ആശ്രയിച്ചു. പക്ഷെ അനുകൂലമായിട്ടുള്ള പ്രതിസന്ധികൾ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ ലക്ഷ്യത്തിനൊരു കൂട്ടെന്ന്, പക്ഷേ സാധ്യത കുറവാണ്. പാലാഴിയിൽ നിന്ന് പാരിജാതം, കൽപ്പവൃക്ഷം, കാമധേനു എല്ലാം വന്നു. ലക്ഷ്മി ദേവി പോലും പാലാഴിയിൽ നിന്ന് വന്നു. അപ്പൊ അമൃത എന്നുള്ള ലക്ഷ്യം മറന്ന് ഇതിന്റെ പുറകെ പോയിരുന്നെങ്കിലോ ഒരിക്കലും ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ സാധകന് സാധിക്കുമായിരുന്നില്ല. അതൊക്കെ രജോ ഗുണാണ്. ഒന്നിലൊന്നിലെ ഭ്രമിച്ച് അതിന് പുറകെയൊക്കെ പോകുന്നു എന്നുള്ളത് രജോ ഗുണത്തെ കാണിക്കാനാണ് പാലാഴി മഥനം. അപ്പൊ ആ രജോ ഗുണത്തിന്റെ അമിതത്വം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ ഭഗവാൻ തന്നെ മഥനം ചെയ്യുകയാണ്. നമ്മളെ അമൃതത്വത്തിലേക്ക് നയിക്കുന്ന അമൃത സ്വരൂപനാണ് സാക്ഷാൽ ഭഗവാൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാലാഴി മഥനം നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ തമോ ഗുണത്തെയും രജോ ഗുണത്തെയും ജയിച്ച സാധകൻ പിന്നെ അടുത്ത പടിയാണ് സാത്വികത, സത്വഗുണം എന്ന് പറയുന്നത്. ആ സത്വഗുണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ദാനാദി സത്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണല്ലോ സത്വഗുണം വർദ്ധിക്കുക. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബലിയുടെ കഥ വാമനാവതാരം കൊണ്ട് ചെന്നെത്തിച്ചത്. ആ സാത്വികതയും കടന്ന് ഗുണാതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് സാധകൻ പ്രവേശിക്കണോ, ആ സമയമാണ് മത്സ്യാവതാരം എന്ന് പറയണത്. വേദത്തെ ഉയർത്തിയ ആളാണ് മത്സ്യം. മത്സ്യത്തിന്റെ രൂപത്തിൽ ഭഗവാൻ അവതരിച്ചു. വേദം, വിദ് എന്നുള്ള ധാതുവിൽ നിന്നാണ് വേദം എന്നുള്ള വാക്കുണ്ടായിട്ടുള്ളത്. അറിവാണ്, ആ അറിവിന്റെ സ്വരൂപമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് സത്യവ്രതൻ എന്നുള്ള പേര്. സത്യത്തെ വ്രതമാക്കിയ ആള്, സത്യസാക്ഷാത്കാരം ഉണ്ടായി എന്നർത്ഥം. അപ്പൊ ഈ ഗുണങ്ങളിൽ നിന്ന് തന്നെ നമ്മളെ കരകയറ്റി ഗുണാതീതമായിട്ട് ഭഗവാൻ തന്നെ ആക്കി സ്വയം മാറ്റിയെടുക്കുക. ഭഗവാൻ ഒക്കെ തച്ചുടച്ചു വാർക്കുകയാണ്. ഭഗവാന്റെ ഫ്രെയിംവർക്കാണ് ഭാഗവതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ ഉയർത്തുകയാണ് ഓരോ തലത്തിലൂടെ എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ മത്സ്യാവതാരമൊക്കെ കഴിഞ്ഞ് ഇനി വരുന്നത് മന്വന്തര വർണ്ണന എന്നുള്ള ഭാഗമാണ്. അപ്പൊ മന്വന്തര വർണ്ണനയിലേക്ക് വരുമ്പോഴ് മന്വന്തരം തന്നെയാണ് ലീലയാക്കി വെച്ചിരിക്കുന്നത്. ലീല എന്ന് വെച്ചാൽ നാടകം എന്നൊക്കെ പറയാം. എന്താണ് നാടകം? ഇപ്പൊ നാടകത്തില് കഥാപാത്രങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അവർ കരയണുണ്ടാവും, അവർ ചിരിക്കണുണ്ടാവും. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ലല്ലോ. സത്യം അതൊന്നും അല്ല. ആ നടന്റെ നാമരൂപങ്ങളൊന്നും അല്ല സത്യത്തിലുള്ളത്. അദ്ദേഹം വേറൊരു വ്യക്തിത്വമാണ്. പക്ഷെ കഥയ്ക്ക് വേണ്ടി, നാടകത്തിന് വേണ്ടി ഈ വേഷം ആടുന്നു എന്ന് മാത്രം. അങ്ങനെ ഒരു നാടകമാണ് ഈ മന്വന്തരം എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന് നടവരൻ എന്നുള്ളൊരു പേരുണ്ട്. ഭഗവാനാണ് ഏറ്റവും വലിയ നടൻ എന്ന് പറയാറുണ്ട്. ഭഗവാൻ ശങ്കരന് നടരാജൻ എന്നുള്ളൊരു പേരുണ്ട്. ഇവര് രണ്ടുപേരുടെയും ചേർച്ചയാണ് നമ്മൾ കണ്ട ശങ്കരമോഹനം എന്നുള്ളത്. രാവിലെ കണ്ടിട്ടുള്ള ശങ്കരമോഹനം എന്നുള്ളത്. ഇതൊക്കെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ തത്വങ്ങൾ ഇങ്ങനെ കൂട്ടിയിണക്കി കൊണ്ടുവരാൻ. എന്നിട്ട് കാലസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപ വർണ്ണനയാണ് മന്വന്തരത്തിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മന്വന്തരം നിലകൊള്ളുന്നത്? എന്തിനാണ് ഈ കാലത്തെ പറ്റി ഇവിടെ ഇത്രയധികം ഒക്കെ പറഞ്ഞു വെച്ചത്? നമുക്ക് സംശയം വരാം. അതാണ് നേരത്തെ പറഞ്ഞ പോലെ മനു അന്തരമാണ് മന്വന്തരായത്. 14 മന്വന്തരങ്ങളിലെ മനുക്കൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രിയിൽ ഈ 14 മന്വന്തരങ്ങളും ഉണ്ടാവും എന്ന് സാരം. അപ്പൊ ഭാഗവതം ഇത് പറയണത് സദ്ധർമ്മത്തെ മനു എങ്ങനെ പാലിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലോകം പ്രവർത്തിക്കുന്നത്. ഈ കാലം, ദേശം, മന്വന്തരം ഈ ഒരു കണക്ക് വെച്ചിട്ടാണ് ഈ ലോകം പ്രവർത്തിക്കുന്നത്. അപ്പൊ എവിടെയാണ് ഈ ലോകം എന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. ആചാര്യസ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകം പുറത്തല്ല, അകത്താണ്. ലോക്യതേ ഭുജ്യതേ ലോകഃ, ലോക്യതേ ഭുജ്യതേ ലോകഃ എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് നമ്മളുടെ അനുഭവ മണ്ഡലമാണ് ലോകം എന്ന് പറയുന്നത്.
നമ്മളെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതിനെയാണ് നമ്മൾ ലോകം. അത് നമ്മളുടെ ലോകം. ഇപ്പൊ നമ്മളുടെ ചിന്ത നമ്മളുടെ ലോകമാണ്, നമ്മളുടെ മനസ്സ് നമ്മളുടെ ലോകമാണ്. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട് കായിക ലോകം, മായിക ലോകം, ഗാന്ധർവ ലോകം, ഇങ്ങനെ പല ലോകങ്ങളുണ്ട്. ഇതൊക്കെ ഓരോരോ ലോകങ്ങളാണ്. 84 ലക്ഷത്തിൽ പരം ടൈപ്പ് ജീവികളുണ്ട്. അവരുടെ ഉള്ളിലൊക്കെ ഓരോ ചിന്തകൾ ഉണ്ടാവും, അവരുടെ മനസ്സിലൂർന്ന ചിന്തകൾ അനേകം ഉണ്ടാവും. അതൊക്കെ അവരവരുടെ ലോകം. ഈ ലോകങ്ങളൊക്കെ ചേർന്ന് ഈ സമയം തന്നെ ഒരു മന്വന്തരമാണ്. പിന്നെ അടുത്ത ചിന്താധാരകൾ ഉണ്ടാവുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഈ കണക്കിൻ പ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത് വേറൊരു മന്വന്തരാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ മന്വന്തരം അല്ലെങ്കിൽ ലോകം, കാലം എന്നൊക്കെ പറയണത് പുറത്തല്ല, അകത്ത് സംഭവിക്കുന്നതാണ് എന്ന് സാരം. നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കണം. കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ത്വക്കുകൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പാണി, പാദം, പായു, ഉപസ്ഥം തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്ന മണ്ഡലത്തെയാണ് ലോകം എന്ന് പറയുന്നത്. ഇനി ഈ 14 മന്വന്തരങ്ങളെ ആധ്യാത്മിക ഭാവത്തില് 14 ലോകങ്ങളോട് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ 14 ലോകങ്ങളായിട്ട് പറയാറുണ്ട്. ഇനി 14നെ പകുതിയാക്കിയാൽ കിട്ടും 7. ഈ 7 എന്ന സംഖ്യ സാധകന്റെ ഒരു ഉയർച്ചയായിട്ട് സപ്തയോഗ ഭൂമികകളായിട്ട് പറയാറുണ്ട്. 7 പടികളാണ് ഒരു സാധകന് സാക്ഷാത്കാരം നേടിക്കൊടുക്കുന്നത്. അപ്പൊ ആ പടികളിലേക്ക് പ്രവേശിക്കുമ്പോൾ സാക്ഷാത്കാരമായി എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിൽ ആദ്യത്തെ പടിയാണ് ശുഭേച്ഛ. ഒരു സാധകന്റെ ആദ്യ പടി എന്ന് പറയുമ്പോൾ ശുഭേച്ഛ, അതായത് അനേകം ജന്മങ്ങൾ ഇവിടെ വന്നു, പക്ഷേ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പാതയിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ അവിടെ വരണില്ല. പല കാര്യങ്ങളും ലോകത്തിലെ മറ്റു പല ചർച്ചകളും ഭൗതികതയും ഉണ്ടും ഉറങ്ങിയും വൃഥാ സമയം കളയാണ്. വെറുതെ പകൽ കളയുന്ന നാവുതവ തിരുനാമ കീർത്തനം അതിനായി വരേണമിഹ കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പുഹരി നാരായണായ നമാന്ന് പാടിയിട്ടുണ്ട്. അപ്പൊ വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് നമ്മള് സമയം കളയണു, പക്ഷേ എന്നിട്ടും ഈ തത്വത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ എത്തണില്ലല്ലോ എന്ന്. അപ്പൊ ആ ശ്രദ്ധ എത്തുമ്പോഴുള്ള സമയത്തെയാണ് ശുഭേച്ഛ എന്ന് ഭാഗവതം പറയണത്. തത്വം ഗ്രഹിക്കാനുള്ള മോഹം അഥവാ മുമുക്ഷുത്വം എന്നൊക്കെ പറയണു. ഇനി ആ മോഹം ഉണ്ടായാൽ മാത്രം പോരാ, അതിന്റെ അടുത്ത പടി എന്നോണം പറയണു സുവിചാരണ. എന്താണ് സുവിചാരണം? സുവിചാരം ചെയ്യുക, അതായത് ഈ കേട്ട തത്വങ്ങളെയൊക്കെ മനനം ചെയ്യുക, പണ്ഡിതന്മാരോടും ആചാര്യന്മാരോടും ചർച്ച ചെയ്യുക, സംശയം ചോദിക്കുക, ഇതൊക്കെ സുവിചാരണയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇനി അതും കഴിഞ്ഞ് സാധകന്റെ അടുത്ത പ്രയാണം എന്ന് പറയുന്നത് മൂന്നാമത്തെ പടി തനുമാനസി എന്നാണ്. പേര് പോലെ തന്നെ മനോവൃത്തികളെയൊക്കെ നിയന്ത്രിക്കലാണ്. മനസ്സെന്ന് പറയണ ആ ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പണ്ട് ഒരു ഗുരുകുലത്തില് ഒരു ശിഷ്യൻ വന്നെത്തി. അവിടെ തൻ്റെ ഗുരുനാഥനോട്, ഗുരുനാഥൻ വലിയ സിദ്ധനാണ്, അപ്പൊ ആ സിദ്ധന്റെ അടുക്കൽ നിന്ന് കുറെ മന്ത്രങ്ങളൊക്കെ പഠിച്ചു പോകാം, എന്നിട്ടും ഗുരുനാഥനെ പോലെ സിദ്ധനാകാന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം വന്നത്. അങ്ങനെ ഒരു മോഹമാണ് ഉള്ളിൽ കിടക്കുന്നത്. അല്ലാതെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കണമെന്നോ തത്വസാക്ഷാത്കാരം നേടണമെന്നോ എന്നുള്ള ആഗ്രഹമൊന്നും അല്ല ആ ശിഷ്യൻ ഉണ്ടായത്. അങ്ങനെ അവിടെ എത്തിപ്പെട്ടു. ഗുരുനാഥനെ ശുശ്രൂഷിച്ച് വർഷങ്ങളോളം കഴിഞ്ഞു. പക്ഷെ ഗുരുനാഥൻ മന്ത്രം പറഞ്ഞു കൊടുത്തില്ല. അവസാനം ശിഷ്യന് തന്നെ ഒരു മടുപ്പ് തോന്നി. അദ്ദേഹം ചോദിച്ചു, ഗുരുനാഥ, അങ്ങ് ഇത്രയും വലിയ സിദ്ധനാണല്ലോ, ആ സിദ്ധിയുടെ പാരമ്യത, അതിന്റെ നിറവ് കാണുമ്പോൾ എനിക്ക് പോലും തോന്നുക എനിക്ക് ഈ സിദ്ധിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനുവേണ്ടി അങ്ങ് ചൊല്ലുന്ന ആ മന്ത്രം എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നമ്മളുടെ ഗുരുനാഥൻ പറഞ്ഞത്, നീ ഇങ്ങനെയാണോ, ഇത്രയും വൈകിയത് എന്തേ, വന്നപ്പോൾ തന്നെ ചോദിക്കായിരുന്നില്ലേ എന്നാണ് ഗുരുനാഥൻ ചോദിക്കണത്. അപ്പൊ അതൊന്നും സാരമില്ല, എന്തായാലും ഇത്രയും സമയം വൈകി, ഇപ്പോഴെങ്കിലും കിട്ടുമല്ലോ എന്ന് ശിഷ്യനുമായി. അങ്ങനെ ഗുരുനാഥൻ മന്ത്രമൊക്കെ പറഞ്ഞു കൊടുത്തു. 3 വരികളേ ഉള്ളൂ മന്ത്രം, എളുപ്പം പഠിക്കാം. ബുധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി. ഈ 3 വരികളേ ഉള്ളൂ. അപ്പോൾ ശിഷ്യൻ വിചാരിച്ചു ഇത്രയേ ഉള്ളൂ, ഇതിന് വേണ്ടിയിട്ടാണ് 5-6 വർഷം ഞാൻ ഇങ്ങനെ കാത്തിരുന്നത്. സാരമില്ല, ഇപ്പോഴെങ്കിലും കിട്ടിയല്ലോ, ഇനി എത്രയും പെട്ടെന്ന് ഈ ഗുരുകുലത്തിൽ നിന്ന് ഓടിക്കളയണം, വീട്ടിൽ പോയിട്ട് അവിടെ ഇരുന്ന് ഇതിനെ സ്മരിക്കണം, ഇതിനെ ജപിക്കണം, ഗുരുനാഥനെ പോലെ സിദ്ധനാവണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ ശിഷ്യൻ ഓടാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ഗുരുനാഥൻ പറഞ്ഞു, നീ മന്ത്രം കിട്ടി ഓടിച്ചെല്ലാൻ നിനക്ക് തോന്നിയത് നന്നായി, പക്ഷെ ഇതിനു മുമ്പ് നീ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇത് ചൊല്ലുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പടിയാണ് കണ്ണടച്ചുകൊണ്ട് വേണം നീ മന്ത്രം ചൊല്ലാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ എത്ര കേട്ടിരിക്കണു,
കണ്ണടയ്ക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, കണ്ണടച്ച് തന്നെ ഞാൻ ചൊല്ലിക്കോളാന്ന് ശിഷ്യൻ മനസ്സിലിങ്ങനെ പറയണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ നിബന്ധന കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ നിബന്ധന അവിടെ ഗുരുനാഥൻ പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ നിബന്ധന ഇതാണ്: ഒന്നുമില്ലെങ്കിൽ പത്മാസനത്തിൽ അല്ലെങ്കിൽ അർദ്ധപത്മാസനത്തിൽ ഇരുന്നിട്ട് വേണം ഇത് ചൊല്ലാനായിട്ട്. അപ്പോൾ ഇതും കേട്ടിട്ടുണ്ട്, ഇതൊക്കെ എനിക്ക് സാധിക്കുമെന്ന് ശിഷ്യൻ വീണ്ടും കരുതി. ഇനി മൂന്നാമത്തെ നിബന്ധനയ്ക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ കാത്തു നിൽക്കുകയാണ്. കാരണം അത് കേട്ടിട്ട് വേണം തൻ്റെ വീട്ടിലേക്ക് ഓടുവാനായിട്ട്. അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, മൂന്നാമത്തെ നിബന്ധന ഇതാണ്: നീ ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് കുരങ്ങന്മാരെ പറ്റി ചിന്തിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശിഷ്യന് ദേഷ്യമാണ് വന്നത് ഗുരുനാഥനോട്. എന്താ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ കുരങ്ങനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല, ഇപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പൊ കുരങ്ങനെ പറ്റി ചിന്തി തന്നെയാവൂ എൻ്റെ ഉള്ളില് എന്ന് ശിഷ്യന് തോന്നി. പക്ഷെ സാരമില്ല, 3 നിബന്ധനകളും വലിയ പ്രയാസമില്ലാത്തതാണ്. ഇത് കിട്ടിയ പാടെ അന്ന് കാട്ടിലൂടെയാണ് ഓടേണ്ടത്. ഇപ്പോൾ വീട്ടിലെത്തുമ്പോൾ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഓടി ഓടി പറഞ്ഞ മന്ത്രങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ട് അപ്പോഴാണ് വലുതും ചെറുതും ചുവന്നതും വെളുത്തതും ഒക്കെ ആയിട്ടുള്ള പല പല കുരങ്ങന്മാരുടെ രൂപം ഉള്ളിലിങ്ങനെ തെളിഞ്ഞു തുടങ്ങി. വീടെത്തുമ്പോഴത്തേക്കും പരമാവധി മനസ്സിന്റെ നിയന്ത്രണമൊക്കെ പോയി തുടങ്ങി. മനനാത്രായതേ ഇതി മന്ത്ര എന്ന് പറയും. മനസ്സിനെ ജയിക്കുവാൻ പോകുന്ന ആ മന്ത്രം കയ്യിലില്ലാണ്ടായി. അപ്പോൾ ജയിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് മനസ്സിനെ. അപ്പൊ തനുമാനസി എന്നുള്ള ആ പദം കൊണ്ട് സാധകന്റെ മൂന്നാമത്തെ പടി പറഞ്ഞു മനോവൃത്തികളെയൊക്കെ അടക്കാൻ സാധിക്കണം എന്നുള്ളത്. ഇനി 4ാമത്തെ പടി പറഞ്ഞു സത്വാപത്തി. സത്വാപത്തി എന്ന് പറഞ്ഞാൽ സാത്വിക ഗുണങ്ങൾ വളരും എന്നാണ് പറയുന്നത്. ഈ മനോവൃത്തികളെയൊക്കെ നിരോധിച്ചു കഴിഞ്ഞാൽ വളരുന്നത് സാത്വിക ഗുണമായിരിക്കും. ആ സാത്വികതയിലൂടെ ഉയർന്ന സാധകൻ അടുത്ത പടി എത്തുന്നു അസംസക്തി. പേരുപോലെ തന്നെ വൈരാഗ്യം വരാം. സത്യവസ്തുവിന് മാത്രമോടുള്ള ആസക്തിയും മറ്റു വസ്തുക്കളോട് വിരക്തിയും വരിക, വൈരാഗ്യം വരിക എന്നുള്ള അവസ്ഥയിലേക്ക് സാധകനെ ഭഗവാൻ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ഈ ഓരോ പടികളിലൂടെയും. ആ പടികളും കഴിഞ്ഞ് ഒന്നിലും ഒട്ടലില്ലാത്ത സാധകൻ അടുത്ത പടിയായിട്ടുള്ള പദാർത്ഥാഭാവിനി. അതാണ് ഈ മന്വന്തരത്തില് കുറച്ചുകൂടി പ്രാധാന്യം എന്ന് പറയാൻ പറ്റും. കാരണം കാലം ദേശം തുടങ്ങിയിട്ടുള്ള ഭേദങ്ങളൊക്കെ പോകും. കാലം ദേശം ഇതിന്റെയൊക്കെ കണക്കാണല്ലോ മന്വന്തരം എന്ന് പറയണത്. ആ ഭേദമൊക്കെ അങ്ങോട്ട് പോയി കിട്ടിയ സാധകൻ അടുത്ത പടിയിലേക്ക് ഉയരും. തുരീയം എന്ന് പറയണം. തുരീയം എന്നുള്ള പടിയെത്തി കഴിഞ്ഞാൽ അവിടെ ശാന്തി മാത്രമാണ്. പ്രപഞ്ചം അവിടെ അസ്തമിക്കും. കാലമില്ല, ദേശമില്ല, പിന്നെ ഒന്നുമില്ല. ശാന്തം ശിവം അദ്വൈതം തുരീയം മന്യതേ എന്ന് മുണ്ടകോപനിഷത്ത് പറയുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് സാധകനെ വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ 14 മന്വന്തരങ്ങളുടെ പകുതിയായിട്ട് 7 എന്നുള്ള ആ സംഖ്യ ദ്യോതിപ്പിക്കുന്നത് എന്ന് സാരം. ഇതൊക്കെ സാധകന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഘടകങ്ങളാണ് സാരം. അപ്പൊ മുൻപുള്ള അധ്യായങ്ങളിലൊക്കെ ഈ 6 മനുക്കളെ പറ്റി പറഞ്ഞു വെച്ചു. സ്വയംഭുവ മനു, സ്വരോജിഷൻ, ഉത്തമൻ, താമസൻ, രൈവതൻ, ചാക്ഷുഷൻ തുടങ്ങി 6 മനുക്കളെ പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇപ്പൊ നടക്കുന്ന മന്വന്തരം ഏതാണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വൈവസ്വത മന്വന്തരാണ് ഇപ്പൊ നടക്കുന്നത്. ശ്രാദ്ധദേവൻ മനുവായിട്ടുള്ള 7ാമത്തെ മന്വന്തരമാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഇത്ര നേരമൊക്കെ പഠിച്ചു. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനും ദേശത്തിനും ഒക്കെ അതീതമാണ്. പിന്നെ എന്തിനാണ് ഈ മന്വന്തരം കാലം ദേശം എന്നൊക്കെ വീണ്ടും വീണ്ടും പറയണേ എന്നൊരു സംശയം നമുക്ക് വരാം. ഇപ്പൊ കാലവും ദേശവും ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭ്രമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ കാലമാകുന്ന ചക്രത്തിന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ, അദ്വൈതം എന്നുള്ള ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ദ്വൈതത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയണ പോലെ ഈ കാലദേശത്തിൽ കൂടെയാണ് ബ്രഹ്മത്തിനെ കുറിച്ചിട്ടുള്ള ആ ഒരു അറിവ് നമുക്കൊക്കെ ഉണ്ടാവണത്. അഥവാ അതിനു വേണ്ടിയിട്ടാണ് ഈ കാലഗണനയൊക്കെ പറയുന്നത്. കാലത്തെ പ്രധാനമായിട്ടും 2ആയിട്ട് തിരിച്ചിരിക്കണം. ഖണ്ഡകാലം, അഖണ്ഡകാലം. അഖണ്ഡം എന്ന് പറഞ്ഞാൽ പേരെന്നറിയാം, ബ്രഹ്മസ്വരൂപമാണത്. അവിടെ പിന്നെ വേറൊന്നുമില്ല. ഇനി ഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സമയത്തിനെ കീറിമുറിച്ച് ഏറ്റവും ചെറുതാക്കാൻ പറ്റും. അതിസൂക്ഷ്മം മുതൽ ബ്രഹ്മാവിന്റെ ആയുസ് വരെയുള്ള സമയമാണ് ഗണിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഭാരതത്തിലെ ശാസ്ത്രജ്ഞന്മാരായ ഋഷി പരമ്പര സംഭാവന ചെയ്തതാണ്. ഇപ്പൊ ഭാഗവതം തന്നെ പറയണ്ടേ, അതായത് ഒരു താമര ഇതളിനെ സൂചി കൊണ്ട് തുളച്ച് അത് പുറത്തെടുക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു അല്പകാലം എന്ന് പറയുന്നു. ഈ അല്പകാലം 30 എണ്ണം ചേരുമ്പോഴാണ് ഒരു ത്രുടി. 30 ത്രുടികൾ ചേരുമ്പോഴാണ് ഒരു കല. ഇങ്ങനെ 30 കലകൾ ചേരുമ്പോഴാണ് ഒരു കാഷ്ട.
30 കാഷ്ഠ ചേരുമ്പോഴാണ് ഒരു നിമിഷം. പിന്നെ നിമിഷം മുതൽ നമുക്ക് കണക്ക് കിട്ടണം. സംവത്സരം, ഋതു തുടങ്ങി മനുഷ്യവർഷം എത്തണം. 365 ദിവസം മനുഷ്യവർഷം എന്ന് പറയണു. അത് ദേവന്റെ ഒരു ദിവസമാണ്, ദേവന്മാരുടെ ഒരു ദിവസമാണ് മനുഷ്യരുടെ വർഷം എന്ന് പറയണത്. ഇങ്ങനെ 360 മനുഷ്യവർഷങ്ങൾ ചേർന്നിട്ടാണ് ഒരു ദേവവർഷം ഉണ്ടാകുന്നത് എന്ന് പറയുന്നു. ഇനി ഇങ്ങനെയുള്ള ദേവന്മാരുടെ 12,000 വർഷങ്ങൾ ചേർന്നിട്ടാണ് ഒരു ചതുർയുഗം ഉണ്ടാവണത്. ചതുർയുഗങ്ങള് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങളും 71 ആവർത്തി വരുന്ന സമയത്താണ് ഒരു മന്വന്തരം എന്ന് പറയണത്. ഈ മന്വന്തരത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് ഒരു മനു ഉണ്ടാവും. ആ മനുവിന് പുത്രന്മാരുണ്ടാവും, ദേവന്മാരുണ്ടാവും, സപ്തർഷികളുണ്ടാവും, ഭഗവാന്റെ അവതാരം ഉണ്ടാവും. ഇങ്ങനെ 14 മന്വന്തരം ചേർന്ന് ഒരു കൽപ്പം. ഇതാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കാലത്തിന്റെ കണക്ക് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു വെച്ചു. പിന്നെ പറയണു, 2 വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തെ, അല്ലെങ്കിൽ 2 വസ്തുക്കൾ തമ്മിലുള്ള അന്തരത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയണത്. 2 വസ്തുക്കൾ തമ്മിലുള്ള അന്തരത്തെ നമ്മൾ ദൂരം എന്ന് പറയണു. ഇനി 2 സംഭവങ്ങൾ നടക്കുന്ന സമയത്തില്, അതായത് അതിൻ്റെ ഒരു അന്തരത്തെ കാലം എന്ന് പറയുന്നു. ഈ കാലത്തിന് നിയന്താവായിട്ടാണ് ഭഗവാൻ മനുവിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞു വെച്ചത് ആ ദൃഷ്ടാവിനെ പറ്റി ഓർക്കാനാണ്, അല്ലാതെ ദൃശ്യം കണ്ട് ഭ്രമിക്കാനല്ല എന്ന് സാരം. ഇതൊക്കെ ആർക്ക് എന്ന് എത്തിക്കാനാണ് ഈ കാലഗണനയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കാലം സാപേക്ഷമായിട്ട് തീരണു എന്നർത്ഥം. ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി തിയറി കൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഭാഗവതം എന്ന് പറയുന്നത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും ഒക്കെ എക്സാക്ട് ആപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ. ഇതാണ് അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്രം. ഇതിൽ നിന്നുമാണ് മോഡേൺ സയൻസ് പോലും ഓരോ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഇത്രയധികം ശാസ്ത്രീയമായിട്ടുള്ള അവലോകനം മറ്റൊരു ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന് സാരം. പക്ഷേ ഈ ആപേക്ഷിക സിദ്ധാന്തത്തിൽ പറയുന്ന പോലെയുള്ള പ്രതീതി അനുസരിച്ചിട്ടുള്ള കാലമല്ല, അത് സത്തയാണ് ഉള്ളത് എന്നർത്ഥം. അപ്പൊ ദൃഷ്ടാവിനെ കുറിച്ച് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യം. ദൃഷ്ടാവ് ഉണ്ടെങ്കിൽ മാത്രമേ ദൃശ്യത്തിന് പ്രാധാന്യമുള്ളൂ. ഭോക്താവ് ഉണ്ടെങ്കിൽ മാത്രമേ ഭോജ്യ വസ്തുവിന് അവിടെ പ്രാധാന്യമുള്ളൂ. ഭോക്താവിന് ഇച്ഛയുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഭോജ്യം സംഭവിക്കുന്നുള്ളൂ എന്ന് സാരം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞ് ന്യായം, വൈശേഷികം തുടങ്ങിയിട്ടുള്ള ദർശനങ്ങളെയൊക്കെ ആസ്പദമാക്കുമ്പോഴും ഈ കാലഗണന എന്ന് പറയണത്, ഇതിനൊക്കെ കാലം വേണം. അപ്പൊ പറയണത് താമസാഹങ്കാരം, തമോ ഗുണത്തിനിരിക്കാൻ വേണ്ടിയിട്ട് കാലം വേണം. ഈ തമോ ഗുണത്തിന് മുമ്പ് അപ്പോ മഹത്വത്വം എന്നുള്ളതുണ്ട്. ആ മഹത്വത്വം എന്ന് പറയണത് മൂലപ്രകൃതിയുടെ പരിണാമമാണ്. അപ്പൊ പരിണമിക്കണു എന്ന് പറയണത് ഏതിലൂടെയാ? കാലത്തിലൂടെയാണ്. അപ്പൊ മൂലപ്രകൃതിക്ക് മുൻപ് എന്തുണ്ടായിരിക്കണം? കാലം ഉണ്ടായിരിക്കണം. അപ്പൊ പിന്നെ ഈ കാലം എവിടുന്ന് വന്നു? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുമ്പോഴാണ് വേദാന്തത്തിൽ മൂലപ്രകൃതിയെ അവിദ്യ എന്നാണ് പറയണത്. കാരണം പരിണമിക്കുന്നില്ല എന്ന് പറയണവർക്ക് ഈ ജഗത്ത് എന്ന് പറയണത് അവിദ്യ തന്നെയാണ്. വിദ്യ ലഭിച്ചവരെ സംബന്ധിച്ചിടത്തോളം ജഗത്തില്ല, അത് ബ്രഹ്മസ്വരൂപം തന്നെയാണ് എന്ന് പറയണ പോലെ കാലം എന്ന് പറയണത് ഇല്ലാത്തതാണ്. ആ കാലത്തെ പിന്നെ എന്തിനാ പറയണത്? ഭഗവാനെ കുറിച്ച് അറിയാൻ, ഈ കാലചക്രത്തിൽ നിന്നും മന്വന്തര ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നിയതമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ സമയം നിയതമല്ല എന്ന് പറയണു. മനുഷ്യന്റെ വർഷമല്ല ദേവന്മാരുടെ സമയം, ദേവന്മാരുടെ സമയമല്ല ബ്രഹ്മാവിന്റെ സമയം. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോൾ ഈ കാലത്തിന്റെ കണക്കെന്ന് പറയണത് നിയതമല്ല, അത് ദൃഷ്ടാവിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭോക്താവിനെ ആശ്രയിച്ച് ഭോജ്യം ഇരിക്കുന്നത് പോലെ തന്നെ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഭാഗവതം തന്നെ പറയേണ്ട അനവധി സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് കാലം എന്ന് പറയുന്നത് മന്വന്തരത്തിൽ നിയതരൂപം ധരിക്കണു. ഋഷിമാരെല്ലാവരും തിരോഭൂതമായ വേദത്തെ തപസ്സുകൊണ്ട് വീണ്ടെടുക്കണു എന്ന് പറയണു. ദേവന്മാരെല്ലാവരും യജ്ഞത്തിന്റെ ഭോക്താക്കളാകുന്നു എന്ന് പറയണു. ആ സമയത്ത് ഭഗവാൻ തന്നെ സ്വയം അവതരിച്ച് മന്വന്തരത്തെ പാലിക്കണു എന്നും പറയണു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. മന്വന്തരേഷു സദ്ധർമ്മ എന്ന് പറയണു. ഇത് എന്തിനാ ഈ ധർമ്മം എന്ന് പറയണത്? ധർമ്മത്തെ പാലിക്കാൻ വേണ്ടി ഭഗവാൻ വലിയൊരു സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്, വലിയൊരു ചക്രം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൽ മനുപുത്രന്മാര്, ദേവന്മാര്, ഋഷിമാര് എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ ചക്രത്തിൽ കൂടെയാണ് എല്ലാവരും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? സദ്ധർമ്മത്തെ പാലിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ ധർമ്മം എന്ന് പറഞ്ഞാൽ? നീതിയും ന്യായവും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ സാധാരണ അത് ചെയ്യാൻ വേണ്ടി രാമന്റെ ഒരു കഥ ഓർമ്മ വരികയാണ്. രാമനും ലക്ഷ്മണനും
രാവണൻ സീതയെ കട്ടുകൊണ്ട് പോയതിനു ശേഷം സീത എവിടെ പോയി എന്നറിയാതെ രണ്ടുപേരും കൂടി കാട്ടിലൂടെ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന് തളർന്ന് ഒരു ഭാഗത്ത് രാമൻ ഇങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ വില്ല് ഇങ്ങനെ ഒരു മൺതിട്ടമേൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ലക്ഷ്മണനോട് പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ തിരഞ്ഞു നടന്നു വലഞ്ഞു, കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ ലക്ഷ്മണ എന്ന് പറഞ്ഞ് ലക്ഷ്മണനെയും കൂടി ഇരുത്തി. എവിടെ പോയിട്ടുണ്ടാവും? അപ്പോഴേക്കും ഇരുട്ട് വന്നു തുടങ്ങി. ആ ഇരുട്ട് വന്നു തുടങ്ങിയപ്പോഴ് ഭഗവാൻ തന്നെ പറയാണ്, സാക്ഷാൽ രാമനാണ് അവതാരം എടുത്തിരിക്കുന്നത്. അപ്പൊ രാമൻ പറയാണ്, ഒരു നടനെ പോലെ നാടകത്തിൽ അഭിനയിക്കുന്ന ഒരാളെ പോലെ വിഷമമൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാൻ പറയണു, സീതയ്ക്ക് പേടിയാവുണ്ടാവും, ഇരുട്ടായിക്കൊണ്ടിരിക്കണു, സീതയ്ക്ക് പേടിയായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വീണ്ടും അന്വേഷണം തുടരാന്ന് പറഞ്ഞ് തൻ്റെ കുത്തിവെച്ചിരിക്കുന്ന വില്ല് പതുക്കെ ഒന്ന് ഉയർത്തിയപ്പോഴാണ് രാമന് കാണാൻ സാധിച്ചത് പാവം ഒരു തവളക്കുട്ടി, ഒരു തവളക്കുഞ്ഞ്. അതിൻ്റെ പുറത്താണ് ഈ വില്ല് കുത്തിവെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരക്ഷരം മിണ്ടണില്ല. രാമന് വലിയ സങ്കടമായി. പതുക്കെ അതിനെ എടുത്തിട്ട് മേലിങ്ങനെ തടവി കൊടുത്തു ശ്രീരാമചന്ദ്രൻ. അപ്പൊ തവളക്കുഞ്ഞിനോട് ചോദിച്ചു, നിനക്ക് ഇത്രത്തോളം നോവുന്നുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചു. അപ്പൊ തവളക്കുഞ്ഞ് പറയുകയാണ്, എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും ഭഗവാൻ ശ്രീരാമനെ വിളിച്ചോളണം. ഇപ്പൊ ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് തന്നത്, ഇനി ഞാൻ ആരോട് പറയണം എന്ന്. അത് മൗനം എന്നുള്ള സുഗതകുമാരി ടീച്ചറുടെ ഒരു കവിതയിൽ ഉള്ള പരാമർശിച്ചൊരു ഭാഗമാണ്. അപ്പം അത് വായിച്ചപ്പോൾ ശരിക്കും ശ്രീരാമൻ പോലും എത്രത്തോളം നോവുന്നു ഈ അവസ്ഥ കണ്ട്. കാരണം ഒരു വസ്തുവിന് നമ്മളാൽ എന്തെങ്കിലും വിഷമമുണ്ടായോ, നമ്മളാൽ തിക്താനുഭവം സംഭവിച്ചുവോ എന്ന് ആലോചിക്കാൻ അവിടെ ശ്രീരാമൻ എടുക്കുന്ന നിമിഷങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അപ്പൊ താനൊരു അറിയാതെ ചെയ്ത ഒരു തെറ്റാണ്, പ്രവൃത്തിയാണ്. പക്ഷെ അതിൽ നോവുന്ന ഒരു ഹൃദയം ശ്രീരാമനുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ധർമ്മം എന്ന് പറയുന്നത് സ്ഥാപിക്കുവാൻ വേണ്ടി ഭഗവാന്റെ ഉള്ളിലുള്ള ആ കാര്യം നമുക്ക് തന്നിരിക്കുകയാണ് ഈ കഥകളിലൂടെ സന്ദേശങ്ങളായിട്ട്. പക്ഷേ ഇവിടെ ധർമ്മത്തെ തിരിക്കുവാൻ വേണ്ടി, ഭരണചക്രം തിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഭരണകർത്താക്കൾ, ഇപ്പൊ ഇവിടെ രാജാക്കന്മാരും ചക്രവർത്തിമാർക്കും പോലെ പദവിയുള്ള ഭരണകർത്താക്കൾ അഴിമതിയുടെ കൂത്തരങ്ങുകളിൽ പെട്ടിട്ടും താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനോ ഒന്നും ശ്രമിക്കുന്നില്ല. അപ്പൊ ഭാഗവതത്തിന്റെ സന്ദേശം, കാലത്തിന്റെ കണക്ക്, മനുവിന്റെ സദ്ധർമ്മ പരിപാലനം, ഇതൊക്കെ ഇന്ന് നമുക്ക് സ്വീകരിക്കണം നമ്മളുടെ ഭരണ സംവിധാനത്തില്, ഭരണചക്രത്തില് എന്ന് സ്വയം പഠിപ്പിക്കണം. അപ്പൊ ഭഗവാൻ എങ്ങനെ മന്വന്തരത്തിൽ നീതിയും ധർമ്മവും നടപ്പിലാക്കി എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു തരുന്നതാണ് മന്വന്തരം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നടക്കുന്ന മന്വന്തരത്തിനെ കുറിച്ച് അവിടെ കാര്യങ്ങൾ പറയുന്നു. വൈവസ്വത മനുവാണ്, ശ്രാദ്ധദേവൻ എന്ന പേരോട് കൂടിയ വൈവസ്വത മനുവാണ് ഇപ്പൊ മനുവായിട്ട് ഭരിക്കുന്നത്. അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ട്. ഇക്ഷ്വാകു, നഭകൻ തുടങ്ങി 10 പുത്രന്മാരെ അവിടെ പറയുന്നുണ്ട്. പിന്നെ ദേവന്മാരായിട്ട് ആദിത്യന്മാർ, വസുക്കൾ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. അവിടുത്തെ ദേവന്മാർക്ക് ദേവേന്ദ്രനുണ്ട്, പുരന്തരൻ എന്ന് പറയുന്നു. ദേവേന്ദ്രന്റെ പേരാണ് 7ാമത്തെ മന്വന്തരത്തിലെ ദേവേന്ദ്രന് പുരന്തരൻ എന്ന് നാമം. പിന്നെ സപ്തർഷികളുണ്ട്, കശ്യപൻ, അത്രി, വസിഷ്ഠൻ തുടങ്ങിയിട്ടുള്ള മഹർഷിമാരുണ്ട്. ഋഷി പരമ്പരയിലെ 7 പേരെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ മന്വന്തരത്തിലും ഇതുപോലെയുള്ള കണക്കുകളുണ്ട്. അപ്പൊ ഇന്ദ്രൻ ഉണ്ട്, ദേവേന്ദ്രൻ ഉണ്ട് ഓരോ മന്വന്തരത്തിലും. നമുക്കറിയാം ലോകം പുറത്തല്ല അകത്താണ്, നമ്മൾ അപ്പോഴേ കണ്ടു. അപ്പൊ മന്വന്തരവും അതുപോലെ അകത്ത് നടക്കുന്ന ഒരു സംഗതി ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ദേവന്മാരുണ്ട്, എല്ലാത്തിനും ദേവതകളുണ്ട്. അതിൻ്റെ അധിപതിയാണ് ആര്? ദേവേന്ദ്രൻ എന്ന് പറയണു. ഇപ്പൊ പുരന്തരനാണ് ദേവേന്ദ്രനായിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങൾ, അതാണ് ദേവേന്ദ്രൻ എന്നുള്ള നാമം പോലും ദ്യോതിപ്പിക്കുന്നത് ആ അവസ്ഥയാണ്. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖമാക്കാതെ ആ അന്തർമുഖത്വത്തിലേക്ക് എത്തുവാൻ വേണ്ടി സഹായിക്കണമെങ്കിൽ ആര് പ്രബലനായിരിക്കണം? ദേവേന്ദ്രൻ പ്രബലനായിരിക്കണം. ആ ദേവേന്ദ്രന് പ്രബലനാകാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായി. ആ അവസ്ഥയെ കുറിച്ചിട്ടാണ് 15ാം അധ്യായം ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട് ദേവേന്ദ്രൻ പ്രബലനാകാതിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ബലിരാജാവിന്റെ കഥ 15ാം അധ്യായത്തിൽ ഒന്ന് തൊടിയിച്ചു വെക്കേണ്ടത്. അതായത് വിശ്വകർമാവിന് 2 ഭാര്യമാരാണ്. ഒന്ന് സപ്ഞ, മറ്റൊന്ന് ഛായ. ഈ ഛായയുടെ പുത്രനാണ് അടുത്ത മനുവായിട്ട് വരണത്. അതായത് സാവർണി എന്ന് പറയും. ഛായാരൂപിയായ മായയിൽ നിന്നുമാണ് ആവരണം ഉണ്ടാവണത് എന്ന് പറയും. ആവരണവും വിക്ഷേപവും മായയുടെ 2 ശക്തികള്. അതാണ് സാവർണി എന്ന് പറഞ്ഞു വെച്ചത്.
അപ്പൊ അങ്ങനെ ദക്ഷസാവർണി, ബ്രഹ്മസാവർണി, ധർമ്മസാവർണി, രുദ്രസാവർണി, രൗജദേവ സാവർണി, ഇന്ദ്രസാവർണി തുടങ്ങി 14 മനുക്കളെ അവിടെ വിവരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് 14-ാം അധ്യായത്തിന്റെ ഒടുവിലായിട്ട് പറയുന്നു, ഭഗവാൻ പാലിക്കുന്ന ധർമ്മം, അതായത് ഇന്ദ്രന് എപ്രകാരം പ്രബലനാകാൻ കഴിയാതെ വന്നു എന്ന് കാണിക്കുകയാണ്. സനകാദി സിദ്ധന്മാരുടെ രൂപം ധരിച്ച് ഭഗവാനാണ് ജ്ഞാനമാർഗം ഇവിടെ പ്രചരിപ്പിക്കുന്നത്. യാജ്ഞവൽക്യാദി മഹർഷിമാരുടെ രൂപം ധരിച്ച് കർമ്മകാണ്ഡത്തെ പ്രചരിപ്പിക്കുന്നതും സാക്ഷാൽ ശ്രീഹരി തന്നെയാണെന്ന് പറയുന്നു. ദത്തത്രയാദി മഹർഷിമാരുടെ രൂപം ധരിച്ച് യോഗമാർഗത്തെ ഉപദേശിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഓരോ മന്വന്തരങ്ങളിലും ദേവേന്ദ്രന് പ്രബലനാകാൻ പറ്റാതെ വരുമ്പോൾ, മനു വിഷമിക്കുമ്പോൾ, മനു എന്ന് പറയണത് മനസ്സ് പ്രതിനിധീകരിക്കുന്ന ലീലയാണ് മനു. മനുഷ്യർ എന്ന് പറയണത് മനുവിന്റെ പുത്രന്മാരാണ്. അപ്പൊ എപ്പോഴാണ് സങ്കടം വരിക, വിഷമം വരിക? യഥാർത്ഥത്തിൽ വിഷമം വരണത് ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോഴാണ്. അപ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കണം. ഈ 3 രൂപങ്ങളിലായിട്ട് ഭഗവാൻ അവതരിച്ച കഥയാണ് ഈ കാണാൻ പോണത്. അപ്പൊ ഇവിടെ ഇന്ദ്രന് പ്രബലനാകാൻ സാധിക്കാതെ വന്നു. അതിന്റെ കാരണം തുടങ്ങി വെച്ചിട്ട് ബലിരാജാവിന്റെ കഥ എടുത്തു പറയണം. ബലിരാജാവിനെ ഇവിടെ പറയണത് ബലിയെ പോലെ ദാനം ചെയ്യണം എന്നുള്ളതാണ്. എന്തിനാ ബലിരാജാവിന്റെ കഥ മന്വന്തരത്തിൽ കൂടെ ചേർക്കണേ? ഈ മന്വന്തര ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എന്തു വേണം? ബലിയെ പോലെ ദാനം ചെയ്യണം എന്ന് പറഞ്ഞു വെക്കണം. അപ്പൊ എന്തിനാണ് ബലിക്ക് ഇത്രയധികം മഹിമ, മഹത്വം എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ നവധാ ഭക്തി പറയുന്ന സമയത്ത് അതിനൊടുവിലായി 9ാമത്തെ ഭക്തിയുടെ ഭാവമാണ് ആത്മനിവേദനം എന്ന് കാണാം. അപ്പൊ ആത്മനിവേദനം എന്നുള്ള ഭക്തിയുടെ 9ാമത്തെ ഭാവം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രതീകമായിരുന്നു ബലിരാജാവ്. സർവസ്യാത്മനിവേദനേന ബലിരഭൂത് എന്ന് പറഞ്ഞു വയ്ക്കും. തന്നെ തന്നെ നിവേദിക്കുന്നതിൽ ആരെ കണ്ടു പഠിക്കണം എന്ന് ചോദിച്ചപ്പോ ബലിയെ കണ്ടു പഠിക്കണം എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാ തന്നെ തന്നെ നിവേദിക്കുന്നതിൽ ബലിക്ക് ഇത്ര സാമർഥ്യം ഉണ്ടായത്? ഇത്രത്തോളം മഹാനായിട്ട് ബലി തീർന്നത്? ബലി മഹാബലിയായിട്ട് തീരണ കഥയിലേക്ക് വരാൻ. അപ്പൊ ബലിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചു. ആത്മനിവേദനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. അപ്പൊ അധ്യായം ആരംഭിക്കുന്നത് തന്നെ പരാജിതശ്രീ എന്ന് പറഞ്ഞിട്ടാണ്. പരാജിതശ്രീ എന്ന് പറഞ്ഞിട്ട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു വെച്ചത്. അതിനു മുൻപ് 11-ാം അധ്യായത്തില് 48-ാം ശ്ലോകത്തില് ബലിയെ കുറിച്ചൊന്ന് തൊടിയിച്ചു വെക്കുന്നുണ്ട്. ബലിശോശനസാസ്പൃഷ്ട പ്രത്യാപന്നേന്ദ്രിയ സ്മൃതി പരാജിതോപിനാഖിധ്യ ലോകതത്വ വിചക്ഷണ എന്ന് പറഞ്ഞു. ദേവാസുര യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നു. ദേവാസുര യുദ്ധത്തിൽ ബലി തോറ്റു എങ്കിലും എന്തുണ്ടായില്ല? വിഷമിച്ചില്ല എന്നാണ് പറഞ്ഞത്. സാധാരണ മനുഷ്യരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും തോൽവി, എന്തെങ്കിലും പരാജയം നേരിട്ട് കഴിഞ്ഞാൽ വിഷമിക്കും. പക്ഷേ ബലിയെ സംബന്ധിച്ച് മാനം, അപമാനം, സുഖം, ദുഃഖം, ജയം, പരാജയം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ പറയണു? ലോകതത്വ വിചക്ഷണാഹ എന്ന് പറയണു. ലോകതത്വങ്ങളെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണ് ബലി. അതുകൊണ്ട് നിസ്സാരമായിട്ടുള്ള ഈ പരാജയത്തിലൊന്നും ബലി ഖേദിക്കാനായിട്ട് പോയില്ല എന്ന് പറയുന്നു. അതാണ് ബലിയുടെ മഹത്വം. ഇതിന് ശേഷമാണ് 15-ാം അധ്യായത്തിൽ നമുക്ക് ഇന്ന് വിചിന്തനം ചെയ്യേണ്ട അവസാനത്തെ അധ്യായത്തിൽ പറഞ്ഞു വെച്ചത് ഇതിന്റെ ബാക്കി. ശരിക്കും ഇതിന്റെ ഉത്തരം എന്നോണം പറയേണ്ടത് ജയിച്ച ദേവന്മാരുടെ കഥയായിരുന്നു. ദേവാസുര യുദ്ധത്തിൽ ബലി തോറ്റു. അപ്പൊ തോറ്റ ആളുടെ കഥ അവിടെ അടച്ചു വെച്ച് ജയിച്ച ദേവന്മാരെ പറ്റിയായിരുന്നു കഥ തുടരേണ്ടത്. പക്ഷേ ഇവിടെ പറയുന്ന കഥ തോറ്റ ബലിയെ കുറിച്ചാണ്. പോരാത്തതിന് പരാജിത ശ്രീ എന്നാ പറയണത്. സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ല. വിജയിച്ചാൽ വിജയശ്രീ ലാളിതനാണെന്ന് പറയും, പരാജയപ്പെട്ടാൽ പരാജിത ശ്രീ ലാളിതൻ എന്ന് സാധാരണ പറയാറില്ല. പക്ഷെ ഇവിടെ പറയണു, അതും ഭക്തിയുടെ 9ാമത്തെ ഭാവമായ ആത്മനിവേദനം കാണിക്കുവാൻ വേണ്ടി ബലിയെ ഉദാഹരണമാക്കി ബലിയുടെ മഹത്വവും കേമത്വവും വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ പരാജിത ശ്രീ എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ബലേ പദത്രയം ഭൂമേ 3 അടി യാചിച്ചത്? വാമനൻ ഇവിടെ ബലിയോട് 3 അടി യാചിക്കാൻ കാരണം എന്ത്? പൂർണ്ണനല്ലേ ഭഗവാൻ? ഭഗവാൻ ഈ 3 അടിയുടെ ആവശ്യമുണ്ടോ? ഈ മണ്ണിന്റെ ആവശ്യം ഭഗവാനുണ്ടോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളാണ്. ആ സംശയത്തിന് ഉത്തരം എന്നോണം പറയാണ്. ബലി എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. സാധാരണ നമ്മളോടൊന്നും വന്ന് യാചിച്ചില്ല, ബലിയോടാണ് യാചിച്ചത്. ബലിയുടെ മഹത്വം അത്രത്തോളം ഉണ്ട്. പ്രഹ്ലാദന്റെ പൗത്രനാണ് ബലി. ചെറുപ്പത്തിൽ മുത്തച്ഛൻ പേരക്കുട്ടിയൊക്കെ ഈ കഥകളൊക്കെ പറഞ്ഞ് ഭഗവാന്റെ കഥകളും ധർമ്മവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. ഭഗവാൻ തന്നെ പ്രഹ്ലാദിന് കൊടുക്കുന്ന വാക്ക്, നിന്റെ 23 തലമുറയെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളത്. അത് ഭഗവാന്റെ വാക്കാണ്.
ആ ഭഗവാന്റെ ഇച്ഛയാണ്. അപ്പൊ ആ തലമുറയിൽ ആ പാരമ്പര്യത്തിൽ പെട്ട ആളാണ് ബലിയും. അപ്പൊ ബലിക്കും പ്രഹ്ലാദനെ പോലെ തന്നെ ഭഗവാനിൽ അടിയുറച്ച ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു സാത്വിക അഹങ്കാരം ബലിക്കുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു, തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിൽ നിന്നും രക്ഷിച്ച് സാത്വികമായിട്ടുള്ള ഗുണത്തെ ദ്യോതിപ്പിക്കാനാണ് ബലി രാജാവിന്റെ കഥ പറയണേന്ന്. പക്ഷെ ആ സാത്വികതയിലും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ വലിയ ദാനശീലൻ, ഞാൻ വലിയ ഭക്തൻ തുടങ്ങിയിട്ടുള്ള അഹങ്കാരം ബലിക്ക് ഇല്ലായികയില്ല എന്ന് കാണും. അപ്പൊ ഭക്തനും ഭഗവാനും തമ്മിലുള്ള ഏക വ്യത്യാസം ഈ അഹങ്കാരമാണെങ്കിൽ അതും കൂടി ഭഗവാൻ അങ്ങോട്ട് എടുക്കും, അതും കൂടി ഭഗവാൻ മാറ്റിത്തരും. അപ്പൊ മറ്റുള്ളവരുടെ അല്ല, ഭക്തന്മാർക്ക് എന്തിനോടാണോ പ്രിയം അത് ഭഗവാനോട് തന്നെ ആയിരിക്കണം എന്ന് ഭഗവാന് നിർബന്ധമുണ്ടേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഭക്തനെ അടുപ്പിക്കാൻ, താൻ തന്നെ മാറ്റാൻ ആയിട്ട് വേണ്ടിയിട്ട് ഭഗവാൻ എല്ലാം എടുക്കും. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം എന്ന് ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഭഗവാനാണ് സാധുക്കളുടെ ഹൃദയം. സാധുക്കളിൽ ആരെ കാണാം? ഭഗവാനെ കാണാം. സാധുക്കളുടെ ധനം എന്താണ്? ഭഗവാൻ തന്നെയാണ്. ഇനി ഭഗവാന്റെ ധനം ആരാണ് ചോദിച്ചാൽ ഈ ഭക്തന്മാര് തന്നെയാണ് ഭഗവാന്റെ ധനം. അപ്പൊ അതിന് തടസ്സമായിട്ട് ഇവിടെ നിൽക്കുന്നത് സാത്വിക അഹങ്കാരാണ്. ഈ സാത്വിക അഹങ്കാരം കൂടി നീക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ള ആ തത്വാവലോകനത്തിലേക്ക് ഭഗവാനായിട്ട് തന്നെ പരിണമിക്കാൻ സാധിക്കും, ആ തത്വ സാക്ഷാത്കാരത്തിൽ എത്തിക്കാൻ സാധിക്കും. അപ്പൊ സാധാരണ പറയാറുണ്ട്, 18 പടികളുടെ മഹത്വമൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, ആദ്യത്തെ 5 പടികളായിട്ട് പറയണത് 5 ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെയാണ്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് തുടങ്ങിയിട്ടുള്ള ഇന്ദ്രിയങ്ങളെ ഇതൊക്കെ ഭഗവാന് കൊണ്ട് സമർപ്പിക്കണം. കണ്ണുകൊണ്ട് ഭഗവാനെ മാത്രം കാണുക, കാതുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ മാത്രം ശ്രവിക്കുക, നാവുകൊണ്ട് ഭഗവത് കീർത്തനങ്ങൾ ആലപിക്കുക, കൈകൊണ്ട് ഭഗവാന്റെ അർച്ചനകൾ ചെയ്യുക. അപ്പൊ 5 ഇന്ദ്രിയങ്ങളെയും ആദ്യം ഭഗവാനിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ബലി എങ്ങനെയാണ്? ബലിയുടെ മഹത്വം ആ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭങ്ങളാണ്. എല്ലാ ഇന്ദ്രിയങ്ങളെയും സമർപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ തോറ്റിട്ടും ബലി ദുഃഖിക്കാതിരുന്നത്. ഇനി 6ാമത്തെ ഇന്ദ്രിയമായിട്ടുള്ള മനസ്സിനെയും, അടക്കാൻ പ്രയാസമുള്ള മനസ്സിനെയും, വായുവിനേക്കാൾ വേഗതയുള്ള മനസ്സിനെയും അവിടെ സമർപ്പിച്ചു. അപ്പൊ 6 പടികൾ ജയിച്ചു, ആ സാധകൻ ഉയർന്നു. ഇനി കർമ്മേന്ദ്രിയങ്ങൾ 5നെയും സമർപ്പിച്ചു. വാക്കുകൾ, പാണി, പായു, പാദം, ഉപസ്ഥം ഇങ്ങനെയുള്ള കർമ്മേന്ദ്രിയങ്ങളെയും അവിടെ ഭഗവാന് സമർപ്പിച്ചു. അങ്ങനെ 11 അവസ്ഥയിലെത്തി. 11 എണ്ണത്തിനെയും ഭഗവാന് സമർപ്പിച്ച് 12ാമതാകുന്ന ബുദ്ധിയെയും ബുദ്ധി ഭഗവാൻ തന്നെയാണ്, ആ ഭഗവാനിൽ അതിനെ സമർപ്പിച്ചു. അപ്പൊ അതിനെയും ജയിച്ചു നിൽക്കുകയാണ് സാധകൻ എന്ന ബലി. ഇനി ശരീരമാകുന്ന 5 അവിടെ സമർപ്പിച്ചു, ശരീരത്തെയേ സമർപ്പിച്ചു. ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് 5 എലമെന്റ് കൊണ്ടാണെന്ന് പറയാറുണ്ട്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരത്തെയും സമർപ്പിച്ചു. അതായത് പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന്റെ ഒരു പതിപ്പാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. അതിനെ തന്നെ സമർപ്പിച്ചു എന്ന് പറയണം. ഈ പ്രപഞ്ചത്തിൽ എന്ത് അനുരണനങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ശരീരത്തിൽ അത് പ്രതിഫലിക്കും എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു പൂവിനെയാണ് നുള്ളിയെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്, നമ്മൾ അത് അറിയണില്ല. ഞാനെന്നും എൻ്റേതെന്നുള്ള ഭാവത്തിൽ സങ്കുചിതമായിട്ടുള്ള മനുഷ്യൻ ഒരു പക്ഷേ അത് തിരിച്ചറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു സമുദ്രത്തില് ഒരു ന്യൂനമർദ്ദം ഉണ്ടാവുമ്പോൾ ബാക്കി മുഴുവൻ കാലാവസ്ഥ മാറ്റങ്ങളും വ്യതിയാനങ്ങളും ഉണ്ടാവുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാണ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു മിനിയേച്ചറാണ് നമ്മുടെ ശരീരം എന്നുള്ളത്, സമഷ്ടി വെഷ്ടി പോലെ. അപ്പൊ അതിലുണ്ടായിട്ടുള്ള അനുരണനങ്ങൾ തീർച്ചയായും നമ്മുടെ ശരീരത്തെ ബാധിക്കും. അതുകൊണ്ടാണ് സകലതും ത്യജിച്ചു ഈ ശരീരമാകുന്ന പഞ്ചഭൂതങ്ങളെയും അവിടെ സമർപ്പിച്ചു, ഭഗവാന് സമർപ്പിച്ചു. അങ്ങനെ 17 അവസ്ഥകളിലും കടന്നു നിന്നപ്പോഴാണ് ഞാൻ വലിയ ഭക്തനായി, ഞാൻ എല്ലാം സമർപ്പിച്ചവനായി. ശുക്രാചാര്യർക്ക് തന്നെ അഭിമാനം തോന്നി തൻ്റെ ശിഷ്യനെ ഓർത്ത്. പ്രഹ്ലാദനാകുന്ന മുത്തച്ഛൻ ഒരു പൂമാല കൊടുത്തു, ശുക്രാചാര്യരാകുന്ന ഗുരുനാഥൻ ഒരു ശംഖ് കൊടുത്തു ബലിക്ക്. അജയ്യനായിട്ട് വരാൻ വേണ്ടി, സ്വർഗത്തെ കീഴടക്കാൻ വേണ്ടി പോവാ. എന്തുണ്ടായിരുന്നു? അഹങ്കാരം ഉണ്ടായിരുന്നു. അഹങ്കാരമാകുന്ന ആ 18ാമത്തെ അവസ്ഥയും കൂടി മറികടന്നാൽ മാത്രമേ സാക്ഷാൽ ഭഗവാനെ കാണാൻ പറ്റൂ. അപ്പൊ ഭഗവാനും ആ ഭക്തനുമായിട്ടുള്ള തടസ്സം എന്ന് പറയുന്നത് ഈ സാത്വിക അഹങ്കാരാണ്. ഭക്തന്മാർക്കുണ്ടാകുന്ന സാത്വിക അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ ഭഗവാൻ എടുത്തിട്ടുള്ള അവതാരമാണ് വാമനാവതാരം. വാമയതി ശോഷയതി ഇതി വാമനാഹ, ഭക്താനാം മതം വാമയതി ശോഷയതി ഇതി വാമനാഹ.
ഭക്തന്മാർക്കുണ്ടാകുന്ന സാത്വിക മതത്തെ ഇല്ലാണ്ടാക്കാൻ ഭഗവാൻ എടുക്കുന്ന അവതാരം വാമനൻ. പിന്നെ പറയാറുണ്ട് വാമനത്വ, അത് പൊക്കം കുറഞ്ഞ അവസ്ഥയ്ക്കും വാമനൻ എന്ന് പറയാറുണ്ട്. പക്ഷെ കാര്യമായിട്ടുള്ള അർത്ഥം ആദ്യത്തേതാണ്. ബലിക്കുണ്ടായിരുന്ന സാത്വിക അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ വന്നു. 3 അടി യാചിച്ച കഥയൊക്കെ നമുക്കിനി കാണാൻ സാധിക്കും. പക്ഷേ ബലിയെ ചവിട്ടി താഴ്ത്താനോ ബലിയുടെ വില കുറയ്ക്കാനോ നികൃഷ്ടനാക്കാനോ വേണ്ടിയിട്ടല്ല. ഈ ചവിട്ടി താഴ്ത്തി എന്നുള്ള വാക്ക് തന്നെ ഇപ്പൊ പ്രചാരത്തിൽ വന്നതാണ്. ഭാഗവത ശാസ്ത്രം പറയണത് ബലിയെ സുതലത്തിലേക്ക് ഭഗവാൻ അനുഗ്രഹിച്ചയച്ച കഥയാണ്. ഇവിടെ ആരും തോൽക്കണില്ല, എല്ലാവരുടെയും ജയത്തിന്റെ കഥയാണ് ഭാഗവതം പറയണത്. മറ്റേ ഗജേന്ദ്രന്റെ കഥയാണെങ്കിലും അവിടെ പറയുന്ന ഒരു അഹങ്കാരം ഇല്ലാണ്ടാക്കി. ഗുരുനാഥം വരുമ്പോ എഴുന്നേറ്റ് നിന്നില്ല, അപ്പൊ ശാപായി ആനയായിട്ട് മാറി. പിന്നെ അടുത്ത കഥയില് പാലാഴി മദനത്തില് ജയിക്കാൻ പ്രയാസമുള്ള ഭഗവാന്റെ മായയെ പോലും ജയിക്കാൻ കഴിയാതെ സാക്ഷാൽ പരമശിവൻ മോഹിനി രൂപം കണ്ട് മോഹിച്ചു. അപ്പൊ ഈ 2 കഥകളിലും കാണുന്ന അബദ്ധം എവിടെയില്ല, ബലിക്കില്ല. അപ്പൊ ബലി എന്ന് പറയുന്നത് ഇതിനെയൊക്കെ ജയിച്ചു കഴിഞ്ഞ ആളാണ്, ലോകതത്വ വിചക്ഷണാഹ എന്ന് പറഞ്ഞു. പക്ഷേ ആ പാണ്ഡിത്യ ഗർവ് ലേശം ഉണ്ടായിരുന്നു ബലിക്ക്. അപ്പൊ അതും കൂടി അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യണത്. അല്ലാണ്ട് ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ബലിയെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് അയച്ചിട്ടില്ല, സുതലത്തിലേക്ക് അനുഗ്രഹിച്ചു വിട്ടു എന്ന് മാത്രം. ഭൃഗുകച്ഛം എന്ന് പറയേണ്ട പ്രത്യേകിച്ച് അത് നോക്കുകയാണെങ്കിൽ നർമ്മദയുടെ തീരത്താണ്, ഗുജറാത്തിലാണെന്ന് കാണും. പിന്നെ എങ്ങനെയാ കേരളത്തിനോട് ബലിക്ക് വന്നിട്ടുള്ള ആ ഒരു ബന്ധം എന്ന് കാണും. ഇപ്പൊ കൂട്ടത്തില് ഇന്ത്യ ഭരിച്ച കൂട്ടത്തില്, ഭാരതം മുഴുവൻ ഭരിച്ച കൂട്ടത്തില് കേരളം ഭരിക്കണോണ്ട് ഒരു വിഷമമില്ല, കേരളവും ഭരിച്ചോട്ടെ ബലി ചക്രവർത്തി. പക്ഷെ കേരളത്തിനോട് പ്രത്യേക മമത തോന്നേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല. അത് ഭാഗവതത്തിൽ പറയണില്ല. മറിച്ച് പറയണത് ഈ ബലിയെ പോലെ ആത്മനിവേദനം ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് മഹാബലിയായിട്ട് നമ്മൾ കണ്ടു എന്ന് മാത്രമാണ്. അപ്പൊ ഇവിടെ പറയണത് ഇന്ദ്രൻ വന്നിട്ട് ബൃഹസ്പതിയോട് പറയണു, ബലി രാജാവിനെ കാണുമ്പോഴേ മുട്ടുപറയ്ക്കണു ദേവന്മാർക്കൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ യുദ്ധം കഴിഞ്ഞ് ഇവർക്ക് പാലാഴി മഥനമൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ അമൃത് കിട്ടിയിട്ടുണ്ട്. ദേവന്മാരുടെ കയ്യിൽ എന്തുണ്ട്, അമൃത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ബലിയെ കാണുമ്പോൾ അവർക്ക് സിംഹാസനത്തിൽ ഉറച്ചിരിക്കാൻ ദേവേന്ദ്രന് സാധിക്കണില്ല. ദേവന്മാരൊക്കെ ബലിരാജാവ് വരുമ്പോഴത്തേക്കും ഓടുകയാണ് ചെയ്യണത്. ഇനി എന്താ ചെയ്യുക, ഇതിനൊരു ഉപായം എന്താണ്, ഇതിന് മാർഗം എന്ന് ചിന്തിച്ച് അവർ അവരുടെ ഗുരുനാഥനായ ബൃഹസ്പതിയുടെ പക്കലേക്ക് പോവാൻ. അപ്പം അങ്ങനെ ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ബലിരാജാവിനെ ജയിക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞപ്പോഴാണ് ഗുരുനാഥനായ ദേവഗുരു ബൃഹസ്പതി ദേവന്മാർക്ക് പറഞ്ഞു കൊടുക്കണത് ജയിക്കാൻ പ്രയാസമാണ്. കാരണം ശുക്രാചാര്യരുടെ അനുഗ്രഹം, ലോകതത്വം, ആ ആത്മതത്വം ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് ഗുരുനാഥൻ. ആർക്ക്, ബലിക്ക്. വിശ്വജിത്ത് യാഗം ചെയ്യിപ്പിക്കുന്നുണ്ട്, അശ്വമേധ യാഗം ചെയ്യിപ്പിക്കുന്നുണ്ട്. അശ്വം പോലെ പ്രവർത്തിക്കുന്ന നമ്മുടെ മനസ്സിനെ അടക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാഗം. അതിനെയും കൂടി യജിക്കുകയാണ് ചെയ്യണത്. അപ്പൊ എന്റേത് ഞാൻ എന്നുള്ള നമ്മുടെ സകല ചിന്തകളെയും യജിച്ച് യാഗം കഴിഞ്ഞിട്ടുള്ള ആളാണ് ആര്, ആ യാഗത്തിന്റെ ഫലമാണ് തന്നെ അനുഗ്രഹിക്കാൻ വരുന്നത് എന്ന് കരുതിയിട്ട് ശുക്രാചാര്യർ പറഞ്ഞു, യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേക്കാൻ പാടില്ല. പക്ഷേ ഭഗവാൻ വരുന്നു, വാമനമൂർത്തിയായിട്ട് വരുമ്പോൾ ഇവിടെ എഴുന്നേറ്റിരിക്കുകയാണ്. അറിയാം, ലോക തത്വങ്ങൾ മുഴുവൻ ബലിക്ക് നന്നേ ബോധ്യമുണ്ട്. കാരണം ഈ യജ്ഞത്തിന്റെ ഫലമാണ് ഈ വരുന്നത്, ഈ യജ്ഞം ചെയ്ത് കിട്ടുന്ന ഫലമാണ് ഈ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തെ അല്ലേ വന്ദിക്കേണ്ടത്. അങ്ങനെ സകലവിധ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബലി പ്രവർത്തിച്ചു. അപ്പൊ ശുക്രാചാര്യർക്ക് പോലും തോന്നി തൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നത് ഇത്രയും വലിയ മഹത്വമുള്ളവനാണ്, കേമമുള്ളവൻ. അതാണ് ഈ കഥയിൽ ആരും തോൽക്കണില്ല, ഇതിൽ പരാജയമേ ഇല്ല. ബലിയെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ ജയിക്കുകയാണ് ചെയ്തത്. ഇത്രയും നല്ലൊരു ശിഷ്യനെ കിട്ടിയത് കൊണ്ട് ശുക്രാചാര്യര് ജയിച്ചു എന്ന് പറയുന്നു. പ്രഹ്ലാദന്റെ പരമ്പരയിൽ ഇങ്ങനെ ഒരു ആള് വന്ന് ജനിച്ചത് കൊണ്ട് ആ മുത്തശ്ശന് പോലും കീർത്തിയായി എന്നാണ് പറയുന്നത്. അപ്പം സകലത്തിലും ജയിച്ചിരിക്കുന്ന ഒരാളാണ് ബലിരാജാവ്. അതുകൊണ്ടാണ് അതിഥി മാതാവ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ഒരു അവതാരം വേണം ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറയുന്നത് അതാപിപായോ മമ ദേവി ചിന്ത്യ എന്നാണ് പറയുന്നത്. ഞാനൊന്ന് ചിന്തിക്കട്ടെ. കാരണം ബലിയുടെ കാര്യമാണ്. ബലിയെ തോൽപ്പിക്കുക എന്ന് പറയണത് അവിടെ അഹങ്കാരം മാത്രമേ, സാത്വികമായുള്ള ചില അഹങ്കാരം മാത്രമേ ഉള്ളൂ. അതിനെ ഒന്ന് അങ്ങോട്ട് എടുത്ത് ഭഗവാൻ തന്നെ ആക്കി അടുത്ത മന്വന്തരത്തിലെ ദേവേന്ദ്രനാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ അഹങ്കാരത്തെ കളഞ്ഞത്. പിന്നെ ഒരു കഥയിൽ നമ്മൾ പുരാണങ്ങളിലൊക്കെ വായിച്ചു, ഭഗവാൻ തന്നെയാണ് ബലിക്ക് കാവൽ നിൽക്കുന്നത്. അപ്പൊ ഇതിലും പരം ഭാഗ്യം ദേവേന്ദ്രന് പോലും പുരന്ദരന് പോലും ലഭിച്ചിട്ടുണ്ടാവില്ല ഇത്രയധികം ഭാഗ്യം. അത് ബലിക്ക് ലഭിച്ചു. അപ്പൊ ബലിയെ ഭഗവാൻ ചവിട്ടി താഴ്ത്തിയോ?
നികർഷനായി കണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. അപ്പൊ ഭാഗവത ശാസ്ത്രം ബലിയെ മഹാബലിയാക്കി കണ്ട് നമ്മളെ ഏവരെയും ആ മഹാബലി എന്നുള്ള പദത്തെ സ്വീകരിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാണ് ഈ കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരണത്. അപ്പം അതിലൂടെ മനസ്സിലാക്കി ആത്മനിവേദനം എന്നുള്ള ഭക്തിയുടെ 9ാമത്തെ ഭൂമികയിലെത്തി സ്വയം നമ്മെ തന്നെ ആ ഭഗവാനെ സമർപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സമർപ്പിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ ഭേദബുദ്ധികളൊക്കെ മാറി മന്വന്തരത്തിൻ്റെ ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ തീർച്ചയാണ് നമ്മളെ ഭഗവാനുമായിട്ട് ആ സായുജ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് ആ സായുജ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ സത്രസന്ദേശം പോലും ആത്മനിവേദനം എന്നുള്ള ഭക്തിയുടെ 9ാമത്തെ ഭൂമികയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാൻ പ്രസന്നനായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ വാക്കുകൾ അത്രയും തന്നെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ അർപ്പിച്ചുകൊണ്ടും നമുക്ക് ആത്മനിവേദനത്തിലൂടെ ഭഗവാനായിട്ട് ഉയരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.